അങ്ങോട്ട് നോട്ടാ. കാണൂല ശരിക്ക് കാണൂല കാണൂല. إلى حضرة نبينا وشفيعنا محمد صلى الله عليه وسلم إلى حضرة سائر الأنبياء والأولياء. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل رسولك سيدنا مولانا محمد. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم اوصل وبلغ مثل ثواب ما تركنا الله بيديك واصلك ورحمة وبركة وبركة شاملة مقبولة منا إلى حضرة نبينا وشفيعنا محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والشهداء والصديقين والصالحين. اللهم بحمدك بدائم السير ناصر أمورنا حسن مرادنا وقض هواتنا واشف أمراضنا يا شافي الأمراض. اللهم بارك لنا في كل أمورنا خاصة في مجلسنا هذا بركة رحمة وبارك على عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. വീഡിയോ ചെയ്താണ് വീഡിയോ നമ്മളെ മുതൽ കാസർഗോഡ് നിന്ന് ഒരാളെ കുറച്ച് ആൾക്കാർ അവർക്ക് അവിടെ പോയി ക്ലാസ് എടുക്കാൻ പ്രയാസമായിട്ട് വീഡിയോ എടുത്തായിരുന്നു കാണില്ല. ബാക്കി കേൾക്കുന്നതിന് പറഞ്ഞേ കുറഞ്ഞ സമയം ക്ലാസ് ഉണ്ടാവും. എല്ലാവരും ക്ലാസ് ശരിക്കും ശ്രദ്ധിക്കുക. നമ്മളുടെ ഈ ഉംറ യാത്രയിലെ എല്ലാ വിഷയങ്ങളും നമ്മൾ 2 മണിക്കൂർ പറഞ്ഞു തരും. നമ്മുടെ യാത്രയിൽ കുറച്ച് ആൾക്കാർ കോഴിക്കോടുള്ളവരുണ്ട്. അവർക്ക് നാളെ കോഴിക്കോട് വെച്ചാണ് ക്ലാസ്. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം നമ്മൾ ഈ ഭാഗത്തുള്ളതുകൊണ്ടാണ് ഇവിടെ ക്ലാസ് വെച്ചത്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായ ചെറിയ പ്രായം മുതലേ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള അല്ലാഹുവിൻ്റെ വിശുദ്ധമായ കഅബ നമുക്കെല്ലാവർക്കും തമീസെത്തിയത് മുതൽ നമ്മളൊക്കെ തിരിഞ്ഞു നിസ്കരിക്കുന്ന കഅബ, ആ പരിശുദ്ധമായ കഅബ ശരീഫ് കാണാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭവനത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സല്ലാത്തുകളൊക്കെ അല്ലാഹുവിനോട് ഏറ്റു പറയാനും എല്ലാ വിഷമങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞ് എല്ലാത്തിനും പരിഹാരം നേടിയവരായി തിരിച്ചു പോകാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങളുടെ ഹജ്ജിനെയും ഉംറയെയും അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ പൂർത്തിയാക്കുക. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ അല്ലാഹു കൽപ്പിച്ച സുപ്രധാനമായ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഹജ്ജ് ചെയ്യാമെന്നത്. നമ്മളൊക്കെ ഇസ്ലാം കാര്യം പറയുന്ന സ്ഥലത്ത് 5ാമത്തെ കാര്യമായി പരിചയപ്പെടുത്തിയത് മനിസ്തത്വ ഇലൈഹി സബീല, തടിയാലും മുതലാലും വഴിയാലും ഒരു മനുഷ്യന് കഴിവാകുമെങ്കിൽ അവൻ ഹജ്ജ് ചെയ്യണം. ഇതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഉംറ നിർബന്ധമല്ലാന്ന്. ആ ഹജ്ജ് പോലെ മുഅ്മിന് നിർബന്ധമായ മറ്റൊരു സംഗതിയാണ് ഉംറ എന്ന് പറയുന്നത്. സാധാരണ ഹജ്ജിന് മുമ്പ് എന്ത് ചെയ്യും? ഉംറ ചെയ്യും അല്ലേ? അങ്ങനെയാണ് ഹജ്ജ് ഉംറ സാധാരണ രീതിയാണ്. കാരണം ഹജ്ജിന് പോയി കഴിഞ്ഞാൽ 13 ദിവസമാണ് ചെലവഴിക്കും. അപ്പോൾ ഒരുപാട് ഉംറകൾ ചെയ്യാൻ സമയം കിട്ടും. ചിലർ ഹജ്ജിന്റെ മുമ്പ് ചെയ്യും, ചിലർ ശേഷം ചെയ്യും. അങ്ങനെയൊക്കെ ഉംറ പൂർത്തിയാണ്. യഥാർത്ഥത്തിൽ ഹജ്ജും ഉംറയും ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പൂർത്തിയാക്കണം.
ഹജ്ജ് ചെയ്യണമെങ്കിൽ കുറെ പൈസ വേണം. ഇന്നത്തെ ഒരു കണക്ക് പ്രകാരം ഗവൺമെന്റിലെ ഹജ്ജിന് പോകണമെങ്കിൽ 4 ലക്ഷം രൂപ വേണം. എന്നാൽ ഉംറ എന്ന് പറയുന്നത് അത്ര പൈസ ചെലവുള്ള ഒരു സംഗതി അല്ല. നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഉംറ നിർബന്ധമാക്കാൻ ആരും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഒരു മനുഷ്യന് ഉംറ ചെയ്യാൻ പോയി തിരിച്ചു വരുന്നത് വരെ അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ മാതാപിതാക്കൾ, അവന്റെ ഭാര്യമാര്, മക്കൾ, ഈ തുടങ്ങിയ ആളുകൾ നമ്മൾ ഉംറക്ക് പോയി തിരിച്ചു വരുന്ന സമയം, ആ സമയം വരെ ഈ കുടുംബത്തിന് കഴിക്കാനുള്ള ഭക്ഷണം ഈ കുടുംബത്തിന് കഴിക്കാനുള്ള ഭക്ഷണവും അവർക്കുള്ള വസ്ത്രവും അവർക്ക് താമസിക്കാൻ മഴ കൊള്ളാതെ അവർക്ക് താമസിക്കാനുള്ള ഒരു കൂര, ഇതും ഈ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ച് അയാളെ കയ്യിൽ ഉംറക്ക് പോകാൻ പണമുണ്ടോ? അയാൾക്ക് ഉംറ നിർബന്ധമാണോ? എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ കുറെ സ്വത്തുണ്ട്, നമ്മൾ മനുഷ്യ നമ്മളെ മക്കൾക്ക് ധരിക്കത്തായി അനന്തര സ്വത്തായി എടുക്കാനുള്ളതാണ്, അതിന്റെ മക്കൾക്കുള്ളതാണെന്നല്ല, അയാൾക്ക് ഉംറ ഉണ്ടാവും. അപ്പൊ എനിക്കൊരു 5 സെന്റ് സ്ഥലമുണ്ട്, ഉംറ നിർബന്ധമാവും. ഇങ്ങനെ നോക്കുമ്പോ ഉംറ നിർബന്ധമാകുന്ന ആരാണ്ടാവുക? അതാണ് നമ്മളെ ഉംറക്ക് പോയിട്ട് നമ്മൾ സഴി ചെയ്യുന്ന സ്ഥലത്ത് മസൈലൂടെ ഇങ്ങനെ നടക്കുമ്പോ അവിടെ ഇങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കും ഒരു ഖുർആനിക വചനം. ആ ഖുർആനിക വചനം എന്താണ്? ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം എന്നൊരു ഖുർആൻ വചനം അവിടെ ഇങ്ങനെ എഴുതി കാണിക്കും. അതിന്റെ അർത്ഥം എന്താണ്? സൊഫയും മർവയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ചിഹ്നമാക്കിയതാണ്. ആ സൊഫക്കും മർവക്കും ഇടയിലുള്ള സഈ, അതുപോലെ തന്നെ പരിശുദ്ധമായ കഅബയെ വലം വെക്കുന്ന തവാഫ്, അത് നിസ്കാര സമയമല്ലാത്ത മുഴുവൻ സമയങ്ങളിലും ഇലാ യൗമിൽ ഖിയാമ നടന്നുകൊണ്ടേയിരിക്കും. നിസ്കരിക്കുന്ന സമയമാകുമ്പോൾ എന്ത് ചെയ്യും? മതാഫ് നടക്കും, നിസ്കരിക്കാൻ കഴിയും. ആ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്ത് തുടങ്ങും? മുതവാത്തിറായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. അപ്പൊ ഇതെല്ലാവർക്കും അല്ലാഹു നിർബന്ധമാക്കുന്ന ഒരു കാരണം തന്നെ അതാണ്, ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും, ആ സൃഷ്ടിചരാചരങ്ങളിൽ നിന്ന് മനുഷ്യർക്കും മലായികത്തിനും ജിന്നുകൾക്കും ഒക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് ഈ തവാഫ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? കഅബ ശരീഫിന്റെ നേരെ മുകളിൽ 7ാം ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലാഹുവിന്റെ ഭവനമാണ് ബൈത്തുൽ മഅമൂർ. ആ ബൈത്തുൽ മഅമൂറിൽ മലായികത്ത് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കഅബയുടെ പരിസരം. അപ്പൊ ആ തവാഫ് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിർബന്ധമാക്കിയതാണ്. അപ്പൊ അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആളുകൾ ഹറമിലേക്ക് എത്തണം. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും വ്യാപകമായി നിർബന്ധമായ ഒരു സംഗതിയാണ് ഉംറ എന്ന് പറയുന്നത്. ആ ഉംറ കർമ്മം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തന്നു. അല്ലാഹു നല്ല രൂപത്തിൽ പോയി എല്ലാ കർമ്മങ്ങളും ചെയ്ത് തിരിച്ചു വരാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ആദ്യമായി ഒരു യാത്രക്ക് ഒരുങ്ങുന്നവരാണ് നമ്മുടെ കുടുംബങ്ങളും ബന്ധങ്ങളും ഒക്കെ യാത്ര പറയാൻ തുടങ്ങിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ യാത്രക്കുള്ള പ്രാഥമിക ഒരുക്കം എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിനും ഒന്നും കൂടി ആലോചിക്കൂലേ? നമ്മുടെ മക്കളുമായും അതുപോലെ തന്നെ കുടുംബങ്ങളുമായി നമ്മൾ കൂടി ആലോചിക്കും. ഞാനിങ്ങനെ ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയാണ് യാത്രക്കൊരുങ്ങുക. അങ്ങനെ യാത്രക്കൊരുങ്ങി പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ട പണി എന്താണ്? അവന്റെ ഖൽബ് ശുദ്ധിയാക്കണം. ഖൽബ് ശുദ്ധിയാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹറമിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അള്ളാഹുവിന്റെ 2 ഹറമുകളെ കുറിച്ച് പറഞ്ഞാൽ ആ ഒരു ഹറമിന്റെ മഹത്വം എത്രയാണ്. ഇന്ന് ഞാനൊരു കിതാബ് മുതാല ചെയ്തു. ആ കിതാബിന്റെ പേരെന്താണ്? ഫളാഇലുൽ ഹറമൈനി ശരീഫൈൻ. 2 ഹറമുകളുടെ ഫളീലത്ത് മാത്രം പറയുന്ന ഒരു കിതാബ്. വെറുതെ നമ്മളിങ്ങനെ പല കിതാബുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് മാത്രം പറയുന്ന ഒരു കിതാബ് ഉണ്ടോ എന്ന് കരുതി വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തില്ല. അപ്പോൾ ഒരു കിതാബ്, ആ കിതാബിൽ എത്ര ആയത്തുകളും ഹദീസുകളുമാണ് അള്ളാഹുവിന്റെ ഈ ഹറമുകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ആ ഹറമിലേക്കുള്ള ഒരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറെന്താണ്? അത്ര വലിയൊരു സൗഭാഗ്യമാണ് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അതിഥികളാണ് നമ്മൾ. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ അവിടെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ടാവും, ഈത്തപ്പഴം വിതരണം ചെയ്യുന്നവരുണ്ടാവും. അവരൊക്കെ നമ്മളെ വിളിക്കലെന്താണ്? മർഹബാ യാ ഉയൂഫർ റഹ്മാൻ, യാ ഉയൂഫർ റഹ്മാൻ. അള്ളാഹുവിന്റെ വിരുന്നുകാരെ ഇങ്ങോട്ട് വിളിക്കുക. അതേ ചോദ്യങ്ങൾ. അള്ളാഹുവിന്റെ വിരുന്നുകാരായി പോകുന്നവരാണ് ഹാജിമാര്.
അള്ളാഹിന്റെ അതിഥികളായി കൂടുക, അള്ളാഹുവിന്റെ വീട്ടിൽ ചെല്ലുക, അവന്റെ സൽക്കാരത്തിൽ കൂടുക, അതൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോരുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. അള്ളാഹു നല്ല രൂപത്തിൽ പൂർത്തിയാക്കാൻ നമ്മൾ കൃഷിക്കുന്നു. 2 ഹറമുകളെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. മക്കയിലെ ഹറമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള ഹറം അല്ലേ? മക്കക്കാണോ മദീനക്കാണോ കൂടുതൽ മഹത്വം എന്നുള്ളതിനെ കുറിച്ച് അയിമത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇമാമിയങ്ങളെല്ലാം പറഞ്ഞത് മക്കയിൽ അള്ളാഹുവിന്റെ കഅബ സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ്. അള്ളാഹുവിന്റെ ബൈത്താകുന്ന ഇന്ന അവ്വല ബൈത്തിൻ മുദിയ ലിന്നാസി ലല്ലദീ ബിബക്ക, ആദ്യമായി ജനങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളി, ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ് എന്ന ഖുർആനിക വചനം ഉദ്ധരിച്ചുകൊണ്ട് ഇമാമികൾ പറഞ്ഞു മക്കക്കാണ് കൂടുതൽ ശ്രേഷ്ഠത. എന്നാൽ ചില ഇമാമികൾ പറഞ്ഞു മദീനക്കാണ് കൂടുതൽ ശ്രേഷ്ഠത. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ പടക്കാൻ കാരണക്കാരനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത് എവിടെയാണ്? അവിടെ നിന്ന് വഫാത്തായിട്ടുള്ള മദീനയിലാണ്. അതുകൊണ്ട് മദീനക്കാണ് കൂടുതൽ ശ്രേഷ്ഠത എന്നും 2 അഭിപ്രായം അയിമത്തിനിടയിലുണ്ട്. എന്നാൽ ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലം ഏതാണ് എന്നുള്ളതിനിടയിൽ അയിമത്തിന് അഭിപ്രായ വ്യത്യാസമില്ല. അതേതാണ്? അഫ്ദലുൽ ബിഖാഇ അല തഹദീഖ് എന്ന അയിമത്തിന്റെ കിതാബിൽ എഴുതിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബനം വെച്ചുറങ്ങുന്ന പരിശുദ്ധമായ മദീനയിലെ ഉജ്റത്തു ശരീഫ തങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതാണ് ലോകത്തെ ഏറ്റവും മഹത്വമുള്ള സ്ഥലം എന്ന് ഇമാമിയങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധമായ കഅബ നിൽക്കുന്ന മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ പള്ളി, ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് പരിശുദ്ധമായ മക്കയിലാണ്. ആ പള്ളിയിലെ നിസ്കാരത്തെ കുറിച്ച് അവിടെ ചെയ്യുന്ന അമലുകളെ കുറിച്ച് ഇമാമിയങ്ങളൊക്കെ പറഞ്ഞത് കാണാം. ഒരു അമലിന് 1,00,000 അമലിന്റെ പ്രതിഫലമാണ്. അങ്ങനെ 1 റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിന്റെ പ്രതിഫലം. ഈ പ്രതിഫലം ഹറമ എന്ന് പറയുന്ന പരിധിയുടെ ഉള്ളിൽ മുഴുവൻ ഉള്ളതാണ്. ഹറമ എന്ന് പറയുന്ന പരിധി എത്രയാണ്? വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് ഹറമ. ആ ഹറമിന് പിന്നെ സഞ്ചരിക്കണം മക്കയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ വിമാനം ഇറങ്ങി അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ട് ഹറമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ വീഡിയോയിലൊക്കെ ഉണ്ടാവും, നമ്മളെ റൈഹാനിലെ ഖുർആൻ വെക്കുന്ന അതുപോലത്തെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഒരു കവാടം. അവിടെയാണ് ബിദായത്തു ഹജ്ജിൽ ഹറം, ഹറം ആരംഭിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ കോലം മാറി. ഇതുപോലത്തെ മണ്ണും സ്ഥലങ്ങളും തന്നെയാണെങ്കിലും അവിടെ നിന്ന് ഒരു ചെടി പോലും പറിക്കാൻ പാടില്ല, അവിടെ നിന്ന് ഒരു കൊതുകിനെ പോലും കൊല്ലാൻ പാടില്ല, അവിടെ നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ടിരാൻ പാടില്ല. ആലോചിച്ചു നിങ്ങൾ, ആ ഒരു ഭൂമിക്ക് അള്ളാഹു കൊടുത്ത ശ്രേഷ്ഠത, അള്ളാഹ് ഹറാമാക്കിയ ഭൂമി എന്ന ഈ ഹറാം എന്ന് പറഞ്ഞ അർത്ഥം അവിടെ പുറത്ത് കിടക്കുന്ന എല്ലാ സംഗതിയും ഹറാമായി പലതും. അത്രയും പരിശുദ്ധമായി അള്ളാഹു സംരക്ഷിച്ച ഭൂമി. ആ ഭൂമിയിൽ എവിടെ നിസ്കരിച്ചാലും 1 റക്അത്തിന് 1,00,000 പ്രതിഫലം. ഇത് വിശദീകരിച്ച് 10 ലക്ഷം എന്നും 10 കോടി എന്നിവരെ പറഞ്ഞ ഇമാമികളുണ്ട്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു മുഹദ്ദിസീങ്ങളായ ഇമാമികൾ. ആലോചിച്ച് അപ്പൊ ഒരു അമലിന് 10 ലക്ഷം പ്രതിഫലം, 10 കോടി പ്രതിഫലം നൽകപ്പെടുന്ന സ്ഥലത്ത് ഇങ്ങനെ 10 ദിവസം ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യം തന്നെയല്ലേ? അള്ളാഹു അമലുകൾ ധാരാളം ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതുപോലെ തന്നെ പരിശുദ്ധമായ മദീനയിലെ ഹറം, ആ മദീനയിലെ ഹറമിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവിടെ 1 റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്തിന്റെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞ അയിമത്തുണ്ട്. ഈ 1000ത്തിന് തന്നെ 10 ലക്ഷം എന്ന് പറഞ്ഞ ഇമാമികളുണ്ട്. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ മദീനയുടെ ഹറമിൽ, ഞാനിപ്പോ പറഞ്ഞത് ഹറമിന്റെ മഹത്വമാണ്. ഈ ഹറമിൽ തന്നെ ഏറ്റവും കൂടുതൽ പോരിശ ലഭിക്കുന്ന സ്ഥലമാണ് മസ്ജിദുൽ ഹറാം അഥവാ മക്കത്തെ പള്ളി. ഹറമിന്റെ ഉള്ളിലാണ് മക്കത്തെ പള്ളി എന്നത്. ഹറമിനേക്കാൾ പ്രതിഫലം മക്കത്തെ പള്ളിയിലുള്ളിലുണ്ട്. ആ പള്ളിയുടെ ഉള്ളിൽ തന്നെ 1ാമത്തെ സൊഫിനുള്ള പ്രതിഫലമല്ല 2ാമത്തെ സൊഫിന്. അപ്പൊ ഒരാൾ കാബന്റെ അടുത്ത് നിന്ന് അമൽ ചെയ്തു, അതിന്റെ പ്രതിഫലം തൊട്ടടുത്ത്. ഇങ്ങനെ ഓരോ സൊഫുകൾക്കനുസരിച്ച് കൂലിയിൽ വ്യത്യാസമുണ്ട് എന്നിവരെ പറഞ്ഞ ഇമാമികളുണ്ട്. അപ്പോ അത്രയേറെ മഹത്വമുള്ള ഹറമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച പാപങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കി അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ യഥാർത്ഥമായ ഒരു അടിമയാകാനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നമ്മളെ ജീവിതം ശുദ്ധീകരിച്ചു പോകണം. നമ്മൾ പല ആൾക്കാരോട് പലതും പറഞ്ഞിട്ടുണ്ടാവും, പല ആൾക്കാരെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ടാവും. ഈ പറഞ്ഞതൊക്കെ പൊരുത്തപ്പെടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് വിശുദ്ധമായ ഹറമിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞത്. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ നമുക്ക് പൊരുത്തപ്പെടിക്കാൻ മഴ മുമ്പിൽ പോയി നമുക്ക് പറയാം, എടാ ഞാൻ മുമ്പോട്ട് പോകണം, എന്റെ മനസ്സിലായി
അജീസിനെ ഉണ്ടോ? പിന്നെ വേറെ അറിയില്ല. രണ്ടാമത് അതെല്ലാവരും ശ്രദ്ധിക്കും. പരിശുദ്ധമായ ഹറമിലേക്കുള്ള യാത്ര. ആ ഹറമിലേക്കുള്ള യാത്ര നമ്മൾ പോകുന്ന സമയത്ത് ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് അനുഷ്ഠിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട്. പല മനുഷ്യന്മാരോട് നമുക്ക് പൊരുത്തപ്പെടിക്കാൻ, ഓലത്തൊക്കെ പോയി പൊരുത്തപ്പെടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് ഈ സമയം, അല്ലെ? സ്വാഭാവികമായി നമ്മളെ സുഹൃത്തുക്കളെ കണ്ടിട്ട് പൊരുത്തപ്പെടുന്ന ഒരു മടി നമുക്ക് ഉണ്ടാവും. എന്നാൽ ആ മടിയില്ലാതെ പൊരുത്തപ്പെടിക്കാൻ പറ്റുന്ന സമയമാണ്. ഞാൻ ഉംറക്ക് പോവുകയാണ്, നിങ്ങൾ പൊരുത്തപ്പെട്ടേരണം. എല്ലാ മുഅ്മിനീങ്ങളോടും പൊരുത്തപ്പെടിക്കുക, എല്ലാവരോടും യാത്ര പറയും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ അമീറായി വന്ന ഒരു അസീസ് സഖാഫി എന്ന് പറയുന്ന സുഹൃത്തുണ്ടായിരുന്നു. അവരുടെ വാപ്പ ഒരു സൂഫിയായ മനുഷ്യനായിരുന്നു, നല്ല ഇബാദത്തിൽ ആബിദായ മനുഷ്യൻ. അവര് ഹറമിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് ആഗ്രഹിച്ചു പോണ മനുഷ്യന്മാരെ ഒരു പ്രത്യേകത പറയണം. അയാൾ അല്ലാഹുവിന്റെ ഹറം ആഗ്രഹിച്ചിട്ട് പോകണം. ആ പോകുന്ന സമയത്ത് ഒരുപാട് കാലത്ത് മുമ്പ് ഒരു അഭിലാഷമാണ്, പരിശുദ്ധമായ കഅബയിൽ നിന്ന് എത്തണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനയെ ഒന്ന് കാണണം. ഈ ഒരു മോഹവും കൽബിൽ വെച്ച് കാലങ്ങളോളം കാത്തിരുന്ന മനുഷ്യൻ ഹറമിലേക്ക് പോകാൻ സമയമായ സമയത്ത് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം നാട്ടിലുള്ള ചെറിയ മക്കളോട് പറയാം, പള്ളികളിലെ ചെറിയ കുട്ടിയെ ഞാൻ ഹറമുക്ക് പോകണ്ട, ഞാൻ ഉംറക്ക് പോകണ്ട. ചെറിയ കുട്ടികളൊക്കെ വായിപ്പിക്കുകയാണ്. മുമ്പ് ഉംറക്ക് പോയ ഹാജിമാരുടെ വീട്ടിലൊക്കെ ചെന്നിട്ട് ഓലെ ഇഹ്റാമിൽ വെച്ച് വസ്ത്രം ചോദിക്കണം അയാൾ. ആ വസ്ത്രം എന്തിനാ? ഒരു പുതുവസ്ത്രം ഇട്ട് ഇഹ്റാം ചെയ്യാൻ പോകണമെങ്കിൽ ഒരു മട്ടം. പക്ഷേ പാവങ്ങൾ കഴുകി കളഞ്ഞുള്ള വസ്ത്രം ഇട്ട് തരും. അയാളുടെ തവാവ് ഒരു വിനയം ആലോചിക്കുന്നത്. അങ്ങനെ ഈ മനുഷ്യൻ ആ നാട്ടിൽ ഉംറക്കും ഹജ്ജിനും പോയ മുഴുവൻ ആളുകളുടെ അടുത്ത് പോയി മനുഷ്യൻ യാത്ര പറയും. കാരണം റസൂലുള്ളാഹിന്റെ മണ്ണിൽ കാല് കുത്താൻ ഭാഗ്യം കിട്ടിയവരാണ്. ആലോചിച്ച് നോക്കിയേ, മഹാന്മാരുടെയൊക്കെ മുഹബ്ബീങ്ങളുടെ സ്നേഹം എത്രയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മണ്ണിൽ നിന്ന് വരുന്ന മനുഷ്യനെ കാണുമ്പോൾ നെറ്റിത്തടം പിടിച്ച് ചുംബിക്കാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മണ്ണിൽ കാല് കുത്താൻ ഭാഗ്യം കിട്ടിയ ആളല്ലേ. ആലോചിച്ച് നോക്കിയേ, ആ മദീനയിൽ പോയ മനുഷ്യന്മാരോടൊക്കെ യാത്ര ചോദിച്ച് ഉംറയ്ക്ക് പോകുന്നതിന് 4 ദിവസം മുമ്പ് അയാൾ മരിച്ചുപോയി. ആ ഒരു അഭിലാഷം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അപ്പോഴേക്കാം മനുഷ്യനെ തിരിച്ചു വിളിച്ചു. അല്ലാഹുവിന്റെ ഖദാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര ഒരു ആരംഭത്തോടെ ആവേശത്തോടെ നമ്മൾ ഒരുങ്ങേണ്ട ഒരു യാത്രയാണ്. സംഗതി ഇപ്പോ നമ്മൾ ചിന്തിക്കും, കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ ആർക്കും പോകാൻ ഇപ്പൊ 50,000 അല്ലെങ്കിൽ 1,00,000 രൂപ ഉണ്ടാക്കാൻ വലിയ പ്രയാസമില്ല എന്ന് നമ്മൾ ചിന്തിക്കും. എന്നറിയോ, ലക്ഷങ്ങൾ കയ്യിലുണ്ടായിട്ട് ഇന്നേ വരെ ആർന്നത്ര ആൾക്കാരുണ്ട്. നമ്മളോട് തന്നെ പല യാത്രയും ദ്വാരക്കാൻ പറഞ്ഞത്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പോകുന്ന യാത്രയെ കുറിച്ച് പറയുമ്പോൾ ദ്വാരക്കാൻ പറഞ്ഞവരെ കുറിച്ച് 40 വർഷമായി ഉസ്താദെ മദീനത്തും മക്കത്തും പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ഇഷ്ടംപോലെ പൈസയും സ്വത്തിന്റെ കയ്യിലുണ്ട്, പക്ഷേ അതിന് പറ്റുന്ന ഒരു സാഹചര്യം മുമ്പിൽ ഒത്തുവരുന്നില്ല. നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞ എത്ര ആൾക്കാർ. അപ്പൊ വലിയ ഷൗക്കോട് കൂടി അള്ളാഹുവിലേക്ക് എത്താൻ, അവന്റെ കഅബയിലേക്ക് എത്താൻ ഒരു ആഗ്രഹം ആദ്യമായി നമ്മൾ കയ്യിൽ വേണം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പോകാൻ പോകുന്നത് ഒരു വലിയ യാത്രയാണ്. ആ യാത്രക്ക് പോകുമ്പോൾ സ്വാഭാവികമായി യാത്ര എന്ന് പറയുന്നത് പ്രയാസങ്ങൾ നിറഞ്ഞതാണ് യാത്ര എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധികൾ എന്തായാലും ഉണ്ടാവും, പ്രയാസങ്ങൾ എന്തായാലും ഉണ്ടാവും. നമ്മൾ വിചാരിച്ച രൂപത്തിൽ ചിലപ്പോൾ കാര്യങ്ങൾ ആയിക്കോളുന്നില്ല, തർത്തീബുകൾ തെറ്റാം. അതുപോലെ തന്നെ വിമാനത്തിന്റെ സമയം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. പല വിഷയങ്ങളും യാത്രയിൽ ഉണ്ടാവും. ഈ സമയത്തൊക്കെ ചിലപ്പോൾ നല്ല ചോരയുള്ള മനുഷ്യന്മാർ പെട്ടെന്ന് വിഷയം പല രൂപത്തിലുള്ള ആൾക്കാരെ പോയി പരിചയമെന്ന് പറയുന്നത്. പല രൂപത്തിലുള്ള മനുഷ്യന്മാർ ഓരോരുത്തർ ഓരോ പാരിമാരി മക്കളല്ലേ. പക്ഷേ നമ്മൾ ആ സ്വഭാവം നമ്മൾ എടുക്കാൻ പാടില്ല. ഞാനത് പറയാൻ കാരണം, അള്ളാഹുവിന്റെ ഹറമിൽ പാലിക്കേണ്ട അദബ്, ആ അദബാണ് ഏറ്റവും വലിയ മുഖ്യം. നമ്മൾ ചെയ്യുന്ന അമലുകളേക്കാൾ വലിയ അദബാണ്. അദബിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹറമിൽ നമ്മുടെ ശബ്ദം ഉയരുന്നത് വരെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ഹറമിൽ വെച്ച് ഒരു മനുഷ്യനോട് നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹറമിൽ വെച്ച് ഒരു മനുഷ്യന്റെ ദൈവത്തെ നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹറമിൽ വെച്ചുകൊണ്ട് അരുതായ്മകളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അവിടെ നിന്ന് വരുന്ന ചെറിയൊരു അരുതായ്മയെ കുറിച്ച് വരെ അള്ളാഹു പറഞ്ഞെന്താണ്, വേദനാജനകമായ ശിക്ഷ കൊണ്ട് നിങ്ങളെ ഞാൻ ശിക്ഷിക്കണം. അപ്പൊ ആലോചിക്കുക, ഹറമിൽ ജീവിക്കുന്ന ജീവിതം പരിപൂർണ ഭക്തിയോടെയും പേടിയോടെയും കൂടി ആയിരിക്കണം നമ്മുടെ ജീവിതം. കാരണം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹു തൗഫീഖ് ചെയ്ത അവരെ നമ്മൾ സിയാറത്തി റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന മഹാനാണ്. അള്ളാഹുവിന്റെ ഹബീബ് തലയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിച്ചു കൊടുത്തു, അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ അതിന്റെ വ്യാഖ്യാനവും നിങ്ങളെ പഠിപ്പിക്കട്ടെ എന്ന് മുത്തുനബി ദുആ ചെയ്തു കൊടുത്ത മഹാൻ.
ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് മക്കയിൽ നിന്ന് 120ഓളം കിലോമീറ്റർ അകലെയുള്ള ത്വായിഫിലേക്ക് അവർ താമസം മാറി. ഈ കാഴ്ച കണ്ട സ്വഹാബത്ത് ചോദിക്കുകയാണ്, നിങ്ങളെന്താ അള്ളാഹിന്റെ ഹറമിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് അതൊക്കെ എടുത്തറിഞ്ഞ് ത്വായിഫിൽ പോയിരിക്കണേ? ആ സമയത്ത് മഹാനവരോട് പറഞ്ഞ മറുപടി എന്താണ് പറയുന്നത്? ഹറമിലെ ജീവിതത്തിൽ ഒരു കറാഹത്ത് എന്റെ അടുക്കൽ വന്നു വരുമോ എന്ന് ഞാൻ പേടിച്ചു പോകുന്നു. ഒരു ഹറാമ് വരുമെന്നല്ല പറഞ്ഞത്, ഒരു കറാഹത്ത് സംഭവിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെ നമ്മൾ സിയാറത്ത് ചെയ്യാൻ പോകും. അവരുടെ മഖ്ബറയുള്ളത് മക്കയിൽ നിന്ന് 120 കിലോമീറ്റർ അകലെ ത്വായിഫ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോ ഹറമിൽ ജീവിക്കാനുള്ള പേടിയോണ്ടാണ് ത്വായിഫിലേക്ക് പോയത്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു 10 ദിവസമാണ് നമ്മുടെ ഹറമിൽ ജീവിക്കാൻ നമ്മൾ നോക്കിയിരുന്നത്. ആ 10 ദിവസം പരിപൂർണ ക്ഷമയോടെ എല്ലാ പ്രയാസങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. സംഗതി നമ്മളെല്ലാവരും 80,000 പോകണം. ഞങ്ങൾ പൈസ കണ്ടല്ലേ വരുന്നത് എന്ന ഒരു ചിന്ത നമ്മുടെ തലത്തിൽ ഉണ്ടാകും. സംഗതി അങ്ങനെയാണ് വരുന്നത്, ആരും ബന്ധമല്ല വരുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്, ആ മനസ്സുണ്ടോ അള്ളാന്റെ ഹറമിന്റെ പൊരുത്തം വാങ്ങി രക്ഷപ്പെടാം. ഇനി നിങ്ങളെ കഴിഞ്ഞ യാത്രയിലേക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ഞങ്ങളുടെ ബാച്ച് ഹജ്ജിന്റെ തൊട്ട് മുമ്പാണ് പോയത്. ആ സമയത്ത് അവിടെ ഒരുപാട് ഹജ്ജിന്റെ മാമൂലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഹജ്ജിന് ഭയങ്കര ചെക്കിംഗ് ആയിരിക്കും, ബലദിയെയും മറ്റും കയറി നിരത്തി ചെക്കിങ്ങും ഫൈനടക്കലും. ഇങ്ങനത്തെ ഒരു സമയമാണ് ഹജ്ജിന്റെ സമയം. ആ സമയത്ത് നമ്മൾ ഭക്ഷണം ഏൽപ്പിച്ച മെസ്സിൽ ചെറിയൊരു പ്രയാസം വന്ന് നമ്മൾ എത്തിയ 2 നേരത്തെ ഭക്ഷണം കുറച്ചൊന്ന് ഒരു നേരം പരിപൂർണമായി തികയാതെ വന്നു. 2ാമത്തെ നേരം ഭക്ഷണം ഡിലേ. അപ്പോഴേക്ക് ചില ആൾക്കാർ തോന്നാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണം വിളമ്പുന്ന ഇക്ബാൽ എന്ന് ചെറുപ്പക്കാരനാണ്. ആ സാധനം ഇത് വിളമ്പാൻ മാത്രമേ ഓർഡറുള്ളൂ. ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് ആ സാധനമില്ല. അങ്ങനെ ആ സാധനത്തിന് മേത്ത് കുറേ ചൂടായി ഒച്ചപ്പാടൊക്കെ ഉണ്ടായി. പക്ഷേ ഈ വിഷയം നമ്മൾ അറിയുന്ന പിന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെ കൊണ്ടുപോകുന്ന അമീർമാർ, അതുപോലെ തന്നെ നമ്മുടെ സർവീസ് ചെയ്തിരുന്ന നമ്മുടെ ട്രാവൽ ഏജൻസി, ഈ ആളുകളൊക്കെ അവിടെ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അവരുടെ അടുത്ത് പറയാം. നിങ്ങൾ പറയുമ്പോഴേക്ക് ആ പ്രയാസം പരിഹരിക്കാനുള്ള വഴി നമ്മൾ കാണും. നമ്മൾ ഈ വഴി കാണുമ്പോൾ അവിടെ പൊട്ടിതരെ കഴിയുന്നു. ഞാൻ ചെന്നപ്പോൾ ഈ ഇക്ബാൽ സാവു നിങ്ങൾ കരിയാണ് കൊണ്ടുവന്ന ഭക്ഷണം വിളമ്പാനാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ ഹബീബ് അങ്ങനെ സംഭവം നമ്മൾ അറിഞ്ഞില്ലല്ലോ. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാനേ എത്തിയിട്ടില്ല. നമ്മൾ വേറെ സ്ഥലത്ത് പോയതാണല്ലോ, ഭക്ഷണം കഴിക്കാനേ നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വിളിച്ചാൽ മതി, നമ്മൾ അറിഞ്ഞു ചെല്ലുമ്പോ ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ 3ാമത്തെ നേരത്തെ ഭക്ഷണം ആയപ്പോഴേക്കും ആ ഭക്ഷണം പരിഹരിച്ചു. വേറെ ദിവസം ഭക്ഷണം ഏൽപ്പിച്ചു. അൽഹംദുലില്ലാ അവിടെ നമ്മുടെ മദീന വരെ റാഹത്തുള്ള ഭക്ഷണമായി. നമുക്ക് 3ഓളം ഐറ്റംസ് ഭക്ഷണങ്ങൾ ഉണ്ടാവും, കഞ്ഞി ഉണ്ടാവും, അങ്ങനെ എപ്പോഴും ചായ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാവും, അതൊക്കെ അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിലൊക്കെ എന്തെങ്കിലും പാളിച്ചുകൾ വരുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അമീർമാരെ അറിയിക്കുക. അമീർമാർ നേരെ നമ്മുടെ ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെടും. അവരതിന് പരിഹാരം കാണിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു സമയം പറഞ്ഞാൽ ഇപ്പൊ ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖുകൊണ്ട് ചെറിയ ചിത്രങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ അതിന്റെ പ്രാഥമികമായ ചില കാര്യങ്ങൾ പറഞ്ഞു പോകും. നമുക്ക് 9ഓളം ഉംറ ഞങ്ങൾ ചെയ്ത ബാച്ചുകളുണ്ട്. ആളുകളുടെ ആഫിയത്തും നമ്മുടെ സിദ്ധത്തൊക്കെ അനുസരിച്ചാണ് ഉണ്ടാവുക. കമ്പനി നമുക്ക് തരുന്ന 3 ഉംറകളാണ്. ഒന്ന് നാട്ടിൽ നിന്ന് പോണ ഉംറ, 2ാമത്തത് മക്കയിലെ ഏറ്റവും അടുത്തുള്ള മീഖാത്തായ തൻഈമിൽ പോയി ഇഹ്റാം ചെയ്തു വരുന്ന ഉംറ, ആയിഷ പള്ളി അറിയാം. അതുപോലെ തന്നെ 3ാമത്തത് മക്കയിൽ നിന്ന് ജിഅറാന എന്ന് പറയുന്ന മീഖാത്തിൽ പോയി ഇഹ്റാം ചെയ്തു വരുന്ന ബഡാ ഉംറ എന്ന് പറയും. ആ ഉംറയ്ക്ക് അൽ ഉംറത്തുൽ അക്ബർ എന്ന് പറയും. ഹജ്ജിന്റെ കൂടിയാണ് ആ ഉംറയ്ക്ക്. ഇങ്ങനെ 3 ഉംറയാണ് കമ്പനി നമുക്ക് തരാം. ഈ കമ്പനി എന്തൊക്കെ തരും അല്ലാതെ അതൊക്കെ നമ്മൾ വിശദീകരിക്കും. ഞാൻ പ്രാഥമികമായി പറയുന്നത്, ഇത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഉംറ ചെയ്യണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആഫിയത്തും സംഗതിക്കും അനുസരിച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉംറയ്ക്ക് വേണ്ടി ഇറങ്ങാൻ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോകാൻ ഇറങ്ങാൻ ഒരു സമയം പറഞ്ഞാൽ ആ സമയം നമ്മൾ കൃത്യമായി പാലിക്കാനുള്ളതാണ്. നമ്മളോട് ടൈം പറഞ്ഞാൽ ഓല ഇറങ്ങിയിട്ടില്ല, വില ഇറങ്ങിയിട്ടില്ല കാത്തിനാണ് നമ്മൾ ആ സമയത്ത് അവിടെ എത്തിയാൽ കൃത്യമായി കാര്യങ്ങൾ നടക്കും. കഴിഞ്ഞ ബാച്ചിലൊക്കെ ഈ ഉംറ നമ്മൾ തെർത്തീവാക്കുന്ന സമയം വൈകുമ്പോഴാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കാരത്തിനിടയിൽ ചിലപ്പോൾ നമ്മൾ മത്താഫിൽ കൊടുക്കും. അപ്പൊ പെണ്ണുങ്ങളൊക്കെ മത്താഫ് ഒഴിവാക്കും. അവിടുന്ന് പെണ്ണുങ്ങളോട് ഒഴിവാക്കിയുള്ള അവസ്ഥയിൽ എന്താ പറയാ, 4 വഴിക്ക് ചിന്തിച്ചത്. ഇത് ബേജാറാക്കാൻ പറയില്ല, ഒരു പേടി പഠിക്കണ്ട. കാരണം അജ്മീറിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് അത്ര അടുത്തോളം ഉംറ കൊണ്ടുവരണം. ബേജാറാവാണെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളുടെ ആ തെർത്തീവ് കൂട്ടം വിട്ടു.
അപ്പൊ അതുകൊണ്ടാണ് ടൈമുകൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് പറയുന്നത്. ആ സമയത്ത് തന്നെ നമ്മളെല്ലാവരും സടകുടഞ്ഞ് എഴുന്നേറ്റ് നേരത്തെ റെഡിയാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെ ഹറമിന്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ഹറമിലേക്കുള്ള യാത്രയുടെ പ്രാരംഭവും നമ്മൾ പറഞ്ഞു. എല്ലാവരും ബന്ധപ്പെടിച്ച് യാത്രക്കും വേണ്ടി നമ്മൾ ഇറങ്ങണം. ഈ യാത്രക്കും വേണ്ടി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു പുസ്തകമുണ്ട് ഇന്ത്യയിലെ. ആ പുസ്തകത്തിന് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ടുണ്ടാവും. ഓരോ സ്ഥലത്ത് ചെല്ലാണ്ട് നിക്കറുകളും കാര്യങ്ങളൊക്കെ ആ പുസ്തകത്തിലുണ്ടാവും. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, യാത്രക്കും വേണ്ടി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പരിശുദ്ധമായ ഉംറ യാത്രക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മളെല്ലാവരും പരിശുദ്ധമായ ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്ന സുന്നത്താണ്. ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള മ്ലേച്ഛതകളൊക്കെ നീക്കുക, നമ്മുടെ നഖം മുറിക്കുക, അതുപോലെ തന്നെ കക്ഷരോമം പഠിക്കുക, അതുപോലെ തന്നെ മറ്റ് രോമങ്ങളൊക്കെ നീക്കുക, ശരീരം ശുദ്ധിയാക്കുക. പുരുഷന്മാർ മീശയൊക്കെ വെട്ടുക, പ്രവാചകന്മാരുടെ സുന്നത്താണ് മീശ വെട്ടൽ, പശുഷായി അതൊക്കെ നിർവഹിച്ച് ശരീരമൊക്കെ ശുദ്ധിയാക്കി നമ്മളെല്ലാവരും ഒരുങ്ങണം. എല്ലാവരോടും പൊരുത്തപ്പിടിച്ചു ആത്മീയമായ ശുദ്ധി വരുത്തി, ശരീരത്തിന്റെ ശുദ്ധിയും വരുത്തി, വിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി ആദ്യത്തെ ഇഹ്റാമിനുള്ള കുളി നമ്മൾ കുളിക്കാൻ പോകും. അങ്ങനെ ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി ഞാൻ കുളിക്കുന്നു എന്ന് മനസ്സിൽ നിയ്യത്ത് വെച്ച് എല്ലാവരും കുളിച്ച് റെഡിയായി നമ്മൾ യാത്രക്കും വേണ്ടിയുള്ള സഫറിനും വേണ്ടിയുള്ള നിസ്കാരം നിസ്കരിക്കുക. യാത്രക്ക് വേണ്ടിയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തിൽ നമ്മൾ സൂറത്ത് കാഫിറൂൻ അതുപോലെ തന്നെ ഇഖ്ലാസ് സൂറത്തും, ഈ 2 സൂറത്തും ഓരോ റക്അത്തിൽ ഓതി, 1-ാമത്തെ റക്അത്തിൽ കാഫിറൂൻ, 2-ാമത്തെ റക്അത്തിൽ ഇഖ്ലാസും ഓതി നമ്മൾ നിസ്കരിക്കുന്നു. ആ നിസ്കാരവും കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി, വീട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടിയ ആ ദിവസം എല്ലാവരോടും യാത്ര പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലാനുണ്ട്, വാഹനത്തിൽ കയറുമ്പോൾ ചെല്ലാനുണ്ട്. അതെല്ലാം നമ്മുടെ ആ പുസ്തകത്തിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് അത് നോക്കിയിട്ടൊക്കെ ചൊല്ലി നമ്മൾ വിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി ഇറങ്ങണം. സഫറിന് വേണ്ടിയുള്ള നിസ്കാരം നിസ്കരിച്ചു, നമ്മൾ യാത്രക്കിറങ്ങി. ആ യാത്രക്കിറങ്ങുന്ന സമയം എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവരോടും പരിപൂർണമായി നമ്മൾ പറയേണ്ടത്, ഈ പോകുന്ന അഴമാലുകളെല്ലാം കൃത്യമായി റാഹത്തോടെ ശരീരത്തിന് ആഫിയത്തോടെ ചെയ്തു വരാനുള്ള തൗഫീഖ് നമ്മളൊക്കെ വരണം എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും വാഹനത്തിൽ കയറി നമ്മളെല്ലാവരും കരിപ്പൂർ എയർപോർട്ടിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് വിമാനത്തിന്റെ സമയം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ട്രാവൽസുകാർ കൊണ്ടൊക്കെ. ഏതായിരുന്നാലും എയർപോർട്ടിലെത്തിയാൽ ഈ എയർപോർട്ടിലേക്ക് വരുമ്പം തന്നെ പുരുഷന്മാർ ചെയ്യേണ്ട ചില സംഗതി, നമുക്ക് 2 ബാഗാണ് തരാം. ഞാൻ ആ ലിസ്റ്റ് കിട്ടുന്നുണ്ടാവും ആൾക്കാർക്ക് എന്തൊക്കെ വാങ്ങണം എന്നുള്ള ലിസ്റ്റ്, സ്ത്രീകൾക്ക് എന്തൊക്കെ വാങ്ങണം. ആ ലിസ്റ്റ് ശരിക്കും വായിച്ചാൽ മനസ്സിലാകും. ഒരു ചെറിയ ഹാൻഡ് ബാഗും അതുപോലെ തന്നെ ഒരു വലിയ ബാഗും. ഈ വലിയ ബാഗ് നമ്മുടെ ലഗേജ് ബാഗും, ചെറിയ ബാഗ് നമ്മുടെ ഹാൻഡ് ബാഗുമാണ്. ഇങ്ങനെ നമുക്ക് ബാഗ് ഉണ്ടാവും. ഈ ഓരോ ബാഗിലും വെക്കാൻ പറ്റുന്ന സാധനങ്ങളും വെക്കാൻ പറ്റാത്ത സാധനങ്ങളും ഉണ്ട്. ആ സാധനങ്ങൾ കൃത്യമായി ആ ലിസ്റ്റ് വായിച്ചാൽ മനസ്സിലാവും. 15-ാം തീയതി നമ്മളെ ബാച്ച് കിട്ടിയണോ അറിയില്ല, ട്രാവൽസ് നിങ്ങൾക്ക് കിട്ടുക ലിസ്റ്റ് 15-ാം തീയതി മോശം ക്ലാസ്സിലുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് വായിച്ചാൽ ശരിക്കും മനസ്സിലാവും. പവർ ബാങ്ക് പോലത്തെ സാധനങ്ങളൊന്നും ഈ ലഗേജ് ബാഗിൽ ഇടാൻ പറ്റില്ല. അത് ലഗേജ് ബാഗിൽ ഇട്ടാൽ അത് അവിടുന്ന് ചെക്കിങ്ങിൽ അവർ പിടിക്കും, പിന്നെ 2ാമത് വിളിപ്പിക്കും, ബാഗ് തുറപ്പിക്കും, ആകെ പണിയുണ്ട്. അത് നമ്മുടെ ഹാൻഡ് ബാഗിൽ അവിടെ സംഗതി ആ ലിസ്റ്റ് ശരിക്കും വായിച്ചാൽ മനസ്സിലാവും ഓരോ ബാഗിൽ എന്തൊക്കെയാണ് കൃത്യമായി ആ രൂപത്തിൽ തന്നെ സാധനങ്ങൾ ബാഗിലാക്കും. പുരുഷന്മാർ ആ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എയർപോർട്ടിൽ വെച്ചാണ് 1-ാമത്തെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്നത്. എയർപോർട്ടിൽ തന്നെ മുഹരിമീങ്ങളായിട്ടാണ് നമ്മൾ പരിശുദ്ധമായ ഹറമിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടുന്ന സ്ഥലത്ത് ആദ്യ എയർപോർട്ടിലേക്ക് ബോർഡിംഗ് പാസ് കിട്ടുക. ഈ ബോർഡിംഗ് പാസ് കിട്ടുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ ലഗേജ് പോകും. ഈ ഹാൻഡ് ബാഗ് മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. ഈ ഹാൻഡ് ബാഗിൽ പിന്നെ നമ്മൾ ഉംറക്കുള്ള വേഷം മാറി എയർപോർട്ടിന് മുകളിൽ ചെന്നിട്ടാണ്. അവിടുന്ന് അത് കഴിച്ചുകൊണ്ട് ഉംറ ഡ്രസ്സ് മാറാൻ നമ്മൾ എന്ത് കിട്ടില്ല, ലഗേജ് കിട്ടില്ല. ലഗേജ് പിന്നെ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് കിട്ടുള്ളൂ. അത് നേരെ വിമാനത്തിലേക്ക് കയറുക ചെയ്യും. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഉടുക്കാനുള്ള തുണി, ഒന്നുകിൽ തുണി ഉടുത്ത് വരുന്നവരാണെങ്കിൽ ആ തുണി ഉടുത്ത് വരാം, ഉംറക്കുള്ള തുണി. അതല്ല എങ്കിൽ ഉടുക്കാനുള്ള ഒരു തുണിയും പുതക്കാനുള്ള ഒരു പുതപ്പും, പുരുഷന്മാർ വേഷം 3 വേഷം പുരുഷന്മാർ ധരിക്കുക, ആ പുതപ്പും നമ്മുടെ ഈ ഹാൻഡ് ബാഗേജിൽ വെച്ചിരിക്കണം. അപ്പം മനസ്സിലായില്ല, ഇപ്പം യാത്ര ചെയ്യാൻ ഒരാൾ മറന്ന് ഒരാളെ പുതക്കാനുള്ള കഷ്ണം കുറിച്ചാണ് അയാൾ ഉംറയ്ക്ക് കയറാൻ ചെയ്യും. മനസ്സിലായില്ല? ആ, ചെറിയ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ കുട്ടിയെ മെഹ്റാൻ ചെയ്യിപ്പിക്കുന്ന സുന്നത്താണ്. കുട്ടിക്കുള്ള നിയതി നമ്മൾ വെക്കണം. ഈ കുട്ടിനെ കൊണ്ടാളെ ആ കുട്ടിനെ കൊണ്ടാളെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
പമ്പേഴ്സ് ഉംറയുടെ എടുക്കാൻ പറ്റില്ല. കാരണം ആ കുട്ടിക്ക് പമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് കൂടെ ഉംറയില്ല, ആ കുട്ടിയെ വലിച്ചുകൊണ്ട്, കാരണം നെരിസ് വലിച്ചുകൊണ്ടാണ് ഉമ്മ. അപ്പൊ ആ കുട്ടിയെ വേറെ പിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിനെ ഇറാൻ ജയിക്കാതിരിക്കാനും നല്ലത്. എന്നാ പിന്നെ ആ കുട്ടിയെ സമയം വേറെ പിടിച്ചിരുന്നാൽ മതി. മനസ്സിലായില്ല? ഇഹ്റാം കെട്ടൽ സുന്നത്താണ്. കെട്ടാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ നെജസറി വിഷയമാണ്. അപ്പൊ ഇഹ്റാം ജയിക്കാൻ പലർക്കും നല്ലത്. പക്ഷെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തവാഫ് ചെയ്ത സമയത്ത് കുട്ടിയെ വേറെ പിടിച്ച് ഇരിക്കണില്ല. കാരണം കുട്ടിയെ വെക്കുന്ന ഒരു ട്രോളി ഉണ്ട്. ആ ട്രോളി മത്താഫിലേക്ക് കടക്കാൻ സമ്മതിക്കില്ല. അത് മൊത്തം പിന്നെ മേലെ കൂടെ തവാഫ് ചെയ്യുന്നുണ്ട്. കുറേ ചുറ്റിട്ട് മേലെ കൂടെ തവാഫ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ക്യാരി ബാഗ് ചില കുട്ടിയെ ചുമന്ന് നോക്കുമായി കുട്ടിയെ മഹമ്മൂരായിട്ടാണ് മുമ്പ് ചെയ്യുക. അപ്പൊ നെജസുണ്ടാവും. ഈ മാർക്കം കഴിക്കാതെ കുട്ടികളാകുമ്പോൾ നല്ല പ്രശ്നമാണ്. കാരണം അവർക്ക് പിന്നെ എന്തില്ല, എന്തായാലും നെജസ് ഫുൾ ടൈം അവർ ശരീരത്തിലുണ്ടാവുമല്ലോ, മാർക്കം വെച്ചിട്ട്. അങ്ങനെ വിഷയം. കുട്ടിയെ ഇഹ്റാം ചെയ്യിപ്പിക്കാതിരിക്കാന്നല്ലേ. അപ്പൊ നിങ്ങൾ തവാഫ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയെ മറ്റൊരാളെന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അവർക്ക് പിന്നെ ചെയ്യാം, നിങ്ങളെ ശേഷം തവാഫ് പൂർത്തിയാക്കാം. അങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേറെ ജലകർമ്മം ചെയ്തില്ല, മാർഗം കഴിച്ചിട്ടില്ല. ആ കുട്ടി എന്താ വൈകില്ല. നിങ്ങളെ കൂടുതൽ ആരില്ല. ഈ പണി എന്താ വെച്ച് കഴിഞ്ഞാല് ഒരാൾ സൈഡ് കൊടുത്താൽ മതിയോ, സൈഡ് കൊടുത്താൽ മതി. അഥവാ എങ്ങനെ ഇപ്പൊ ഉണ്ടാവും അവരുടെ കുട്ടിനെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഈ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തോഫിന്റെ സമയത്ത് ഈ കുട്ടിയെ ഒരാൾ നോക്കിയാൽ മതി. അത് നമ്മളെ കൂടുതൽപ്പെട്ട ഒരാൾ സഹകരിച്ചാൽ മതി. നമ്മളെ കൂടുതൽപ്പെട്ട, കാരണം ഈ സ്ത്രീയുടെ തോഫ് കഴിഞ്ഞാൽ അവർ കാത്തില്ല, ഇതുപോലെ തോഫ് ചെയ്യാം. കുട്ടിയെ വെച്ചുകൊണ്ടാണ് തോഫ് ചെയ്യുന്നത്. ക്യാരി ബാഗിന് പാടുള്ള സംഭവമാണ് ഈ വണ്ടി, ഒരു ഉത്തര വണ്ടി. പക്ഷെ ആ വണ്ടി മത്താഫിലേക്ക് ഇറങ്ങാൻ സമയത്തില്ല. അത് മുകളിലൂടെ തോഫ് ചെയ്യുന്നുണ്ട്. മുകളിലൂടെ തോഫ് വെച്ചിട്ട് ശരി 900 മീറ്ററിന്റെ മേലെ ഉണ്ടാവും, 1 കിലോമീറ്റർ അടുത്ത് ഉണ്ടാവും ഏകദേശം. മുകളിലൂടെ ചുറ്റുമ്പോഴേ ദൂരം കൂടും. എങ്ങനെ ഒരാൾ സഹകരിച്ചെന്നാലും പ്രയാസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവിനോട് ഒരു ഉമ്രക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഉമ്രക്ക് ഭർത്താവിനോട് വരാൻ പറയാം. ബാക്കി പിന്നെ സന്ദർഭം ചെയ്യില്ല. ഫസ്റ്റ് അല്ലേ വേദനുള്ളൂ. ഒരു ഉമ്രക്ക് പോയാൽ പിന്നെ എല്ലാം മനസ്സിലാവും. പിന്നെ പ്രയാസമില്ല, അങ്ങനെ ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത് നമ്മളെല്ലാവരും എയർപോർട്ടിലെത്തി പുരുഷന്മാരെ സംഭവം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ ചെയ്യാൻ, ഈ തുണി കിട്ടൂല അവിടെ നമുക്ക് ഇഹ്റാം ചെയ്യാൻ. കാരണം നമ്മൾ ഉംറ ഉദ്ദേശിച്ച് പോകുന്ന യാത്രക്കാരായതുകൊണ്ട് നമ്മുടെ മീഖാത്ത് വിട്ടു കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇഹ്റാം ചെയ്യണം. ഹജ്ജിന്റെ 5 മീഖാത്തുകൾ പഠിച്ചിട്ട് മനസ്സിലാക്കാൻ. ഇന്ത്യക്കാരുടെ മീഖാത്ത് യലംലം, അതുപോലെ തന്നെ ദാത്തു ഇർക്ക്, മദീനക്കാരുടെ മീഖാത്ത് ദുൽഹുലൈഫ, അതുപോലെ തന്നെ കർണൂൽ മനാസിൽ, പിന്നെ ജുഹ്ഫ. ഇങ്ങനെ 5 മീഖാത്തുകളുടെ ഹജ്ജിന്. ഈ മീഖാത്തുകൾ ഓരോ രാജ്യക്കാരുടെ മീഖാത്തുകളാണ്. അപ്പൊ ഒരാളെ ഉംറ ഉദ്ദേശിച്ചോ ഹജ്ജ് ഉദ്ദേശിച്ചോ മക്കയിലേക്ക് പോവുകയാണെങ്കിൽ അയാളുടെ മീഖാത്ത് വിട്ടു കിടക്കുന്നതിന് മുമ്പ് അയാൾ ഇഹ്റാം ചെയ്തിരിക്കണം. അല്ലാതെ മക്കത്തിൽ പോയി കഴിഞ്ഞാൽ അയാൾ പിന്നെ ആടാപ്പൊക്കെ പറ്റും, ആകെ പ്രശ്നമാവും. അതാണ് നമ്മുടെ എയർപോർട്ടിന്റെ ഇഹ്റാം ചെയ്യുന്നത്. ഡബിൾ തുണിക്ക് പ്രശ്നം, ചുറ്റി തുന്നിയതാകാൻ പാടില്ല. ഡബിൾ തുണി അങ്ങനെ മടക്കിയൊക്കെയല്ലേ പ്രശ്നം. ഇങ്ങനത്തെ തുണിയല്ല സാധാരണ ഇഹ്റാം കിറ്റ് വാങ്ങുന്നത്. കടയിൽ നിന്ന് ഇഹ്റാം കിറ്റ് എന്ന് പറഞ്ഞാൽ ഈ തുണി പുറത്തൊക്കെ ഒരു കിറ്റ്, അതിന്റെ സാധനം ബെൽറ്റും. അത് ഈ ചമ്മാട് വാർത്താത്ത് പഴയ പ്രശ്നമല്ലേ ഇവിടുത്തെ, അത് ടെക്സ്റ്റൈൽസിലൊക്കെ ഉണ്ടോ? ആ നമ്മുടെ മാസത്തിലെ കാലഘട്ടത്തിൽ വാർത്താത്ത് ഒരു പ്രശ്നം അവിടെ പോയാൽ കിട്ടും. പിന്നെ സീനത്തിലൊക്കെ ഉണ്ട്. അതിൽ എല്ലാ ഷാപ്പിലും കിട്ടും. കിറ്റ്
അപ്പൊ ഈ തുണി നിങ്ങൾ ബാഗ് വെക്കണം പുരുഷന്മാർ. എന്നിട്ട് എയർപോർട്ടിൽ നമ്മൾ ഡ്രസ്സ് മാറിയിട്ടാണ് എന്ത് ചെയ്യുക, ഇഹ്റാം ചെയ്യുക. അപ്പോ നമ്മളെ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് അഴിച്ചു കിട്ടുന്ന വസ്ത്രം എന്ത് ചെയ്യുക, അതുപോലെ ഈ ഹാൻഡ് ബാഗിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതാർക്കെങ്കിലും എത്താൻ പറ്റും. ഏതായിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, സ്ത്രീകള് കഴിഞ്ഞ പറയുന്നത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കഴിഞ്ഞ ബാച്ചിലൊക്കെ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ വേറെ സ്ഥലത്ത് നമ്മൾ ക്ലാസ്സുകൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ കുറേ സ്ത്രീകൾക്ക് ഹിജാബ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഹറമിലേക്കാണ്. ഹറമിലേക്കുള്ള യാത്ര നമ്മുടെ ജീവിതം ചിട്ടപ്പെടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞ ചര്യകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യാനോ ഇനി ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ യാത്ര പോകുന്നത് എന്നുള്ളൊരു ബോധമുണ്ട്. സ്ത്രീകളെല്ലാവരും കർശനമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മുഴു സമയവും ഹിജാബിലായിരിക്കണം. ഇഹ്റാം സമയത്ത് ഒഴികെ. ഹിജാബ് മനസ്സിലായില്ലേ? ഹിജാബ് പറഞ്ഞാൽ മഫ്തൻ വരും, മുഖം മറക്കണം, മനസ്സിലായില്ലേ? പൂർണ്ണമായും ഹിജാബിലായിരിക്കണം. അല്ലാതെ നമ്മൾ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടില്ല, അല്ലാഹു ഇഷ്ടപ്പെടില്ല. കാരണം പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞില്ല, സൂറത്തുൽ നൂറിന്റെ അവസാനത്തായതല്ലേ, പെട്ടെന്നായിരുന്നു എന്നെ മുഴുവൻ മുഖം മറക്കണം. ഞാൻ ഇപ്പം അതിൻ്റെ വസ്ത്രം എന്നല്ല പറഞ്ഞത്. ഞാൻ പറയുന്നത്, നമ്മൾ പരിശുദ്ധ ഉംറക്കാണ് പോകുന്നത്. എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് ഇപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇഹ്റാം വേഴ്സിലായിരിക്കും വരിക. ട്രാവൽസിൽ നിന്ന് തട്ടക്കെട്ട്. അപ്പം നിങ്ങളൊന്നും മുഖം മറിച്ചിട്ടുണ്ടാവില്ല, കാരണം നിങ്ങൾ മുഹീബത്താകാൻ ഒരുങ്ങി വരികയാണ്. എന്നാലും നിങ്ങൾക്ക് മുഖം മറക്കാം. ഞാൻ പറയുന്നത് ഇഹ്റാം സ്റ്റാർട്ട് ചെയ്യുന്ന എയർപോർട്ടിൽ നിന്നാണ്, അതുവരെ നമ്മൾ മുഹീമല്ല. സംഗതി ട്രാവൽസിന്റെ തട്ടിട്ട് എന്ന് കരുതി മുഹീമാവില്ല, മുഹീമത്താവില്ല, മനസ്സിലായില്ല. നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെയാണ് വരിക, എയർപോർട്ടിൽ ഞാൻ ഇഹ്റാം ചെയ്യാൻ വരികയാണല്ലോ. എല്ലാവരും ഹിജാബ് ധരിക്കുക. ഹിജാബ് ഉപയോഗിക്കാത്തവരും ഒരു ഹിജാബ് വാങ്ങുക, എന്നിട്ട് ഹിജാബ് ധരിക്കുക. എയർപോർട്ടിലെത്തി നമ്മുടെ ബോഡി പാസ് കിട്ടി, എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു, നമ്മൾ ലോഞ്ചിലെത്തി,
നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇഹ്റാമിന്റെ നിസ്കാരമുണ്ട്, അതൊക്കെ എയർപോർട്ടിൽ പറയും, അവിടെ വെച്ചാണ് നിസ്കരിക്കും. ആ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ കൂടി വരും സലാം അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും. എയർപോർട്ടിൽ വന്നേ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇഹ്റാമിന് നിയ്യത്തു. ഉംറക്ക് 5 റുക്നുകളാണുള്ളത്. അതിൽ ഒന്നാമത്താണ് നിയ്യത്ത്, അതാണ് ഇഹ്റാം ചെയ്യാന്ന് പറയുന്നത്. രണ്ടാമത്തത് തവാഫ്, മൂന്നാമത്തത് സഈ, നാലാമത്തത് മുടി മുറിച്ച് തഹല്ലുലാണ് ഉംറൻ, അഞ്ചാമത്തത് ഈ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ തർത്തീബ് പ്രകാരം ക്രമപ്രകാരം ഉണ്ട്. ഇത് ഒന്നാമത്തെ നിയ്യത്ത് എന്ന് പറയുന്ന ഇഹ്റാം. ആ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി എന്നിട്ട് ഉംറക്ക് ഇഹ്റാം ചെയ്യും. അല്ലാഹു തആലാക്ക് വേണ്ടി പരിശുദ്ധമായ ഉംറയെ ഞാൻ കരുതി, അതിനുവേണ്ടി ഞാൻ ഇഹ്റാം ചെയ്യുന്നു എന്ന് പറയുന്നതോടുകൂടി നമ്മൾ മുസ്ലിമീങ്ങളായി മാറി. പിന്നെ അവിടെ നിന്ന് നമ്മളെ ജീവിതത്തിൽ ഹലാലായ പല സംഗതി ഹറാമാവും. പിന്നെ ശരീരത്തിൽ ഒരു മുടി പോലും കൊയ്യാൻ പാടില്ല, നഖം കടിക്കാൻ പാടില്ല, അതുപോലെ തന്നെ സുഗന്ധങ്ങളൊന്നും പിന്നെ ഉപയോഗിക്കാൻ പാടില്ല, സോപ്പിട്ട് കയ്യേക്കാൻ പാടില്ല, ഹാൻഡ് വാഷ് ഉപയോഗിക്കാൻ പാടില്ല, എല്ലാത്തിനും വിലക്കായി. അതുപോലെ തന്നെ പിന്നെ തലയിൽ എണ്ണയിടാൻ പാടില്ല, ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗികമായി ബന്ധപ്പെടാൻ പാടില്ല, ആ ഇഹ്റാം ഒഴിവാകുന്നവരെ. ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ. അതിലിപ്പോ നമ്മളെ യാത്രയിൽ പ്രധാനമായിട്ടാണ് സംഗതിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ നോക്കാൻ. ഏത് സോപ്പ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഉപയോഗിക്കുക. എയർപോർട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൈ കമ്മുന്ന സ്ഥലത്തൊക്കെ എയർപോർട്ടിൽ എന്തുണ്ടാവും? ഹാൻഡ് വാഷുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ച കൈയാണെങ്കിലും കൈമ നെയ്യുണ്ട്, അതിൽ ടിഷ്യൂ ഉപയോഗിച്ച് തുടക്കുക. ഏത് ടിഷ്യൂ? സാധാ ടിഷ്യൂ. 2 തരം ടിഷ്യൂ ഉണ്ടാവും. പെർഫ്യൂമൽ ടിഷ്യൂ ഉണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും. പെർഫ്യൂമൽ ടിഷ്യൂ ഉപയോഗിക്കാൻ പറ്റില്ല. പെർഫ്യൂം എന്ന മാനുള്ള ടിഷ്യൂ. സുഗന്ധം വമിക്കുന്ന ടിഷ്യൂ ഉണ്ടാവും, അത് ഉപയോഗിക്കാൻ പാടില്ല. സാധാ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നമ്മുടെ കൈകൾ തുടച്ചിട്ട് അതിന് നമ്മൾ നെയ്യ് ഒഴിവാക്കുക. ഞാനിത് പറയാൻ കാരണം, എയർപോർട്ടിൽ കയറുമ്പോൾ ഒരു ഭക്ഷണം നമ്മുടെ കയ്യിൽ തരും, വിമാനത്തിൽ ഭക്ഷണം ഉണ്ടാവില്ല. ആ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ കൈമ ചിലപ്പോൾ നെയ്യാവും, അല്ലെങ്കിൽ വെളിച്ചെണ്ണാവും. അത് സോപ്പ് വെച്ച് കയറാൻ പറ്റൂല. നമ്മൾ ഭക്ഷണം കഴിക്കൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. നമ്മളെ ഇഹ്റാമൊക്കെ സാഹചര്യ പ്രകാരം ഉണ്ടാവും അവിടെ എത്തണേ. അപ്പൊ ചിലപ്പോൾ ആദ്യം ഭക്ഷണം കഴിക്കും, ആളുകൾ എത്തി തുടങ്ങി, കുറച്ച് ആൾക്കാർ കുടുങ്ങിക്കുമ്പോൾ എന്നോട് പോയി ഭക്ഷണം കഴിക്കാൻ പറയും. അപ്പൊ കുറെ ആൾക്കാർ ഇഹ്റാമിന് മുമ്പായിരിക്കും ഭക്ഷണം കഴിക്കുക, ചിലവർ ഇഹ്റാം കഴിഞ്ഞിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക. ഈ കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. സോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഇഹ്റാമൊന്നും ഒഴിവാകുന്നവരെ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഇഹ്റാമിന് നമ്മൾ എപ്പോൾ ഒഴിവാകുക? മക്കത്തെത്തി ഉംറ കഴിഞ്ഞ് തഹല്ലുലായാലേ ഇഹ്റാം ഒഴിവാകും. പിന്നെ പ്രശ്നമില്ല, പിന്നെ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാം. ഈ ഇഹ്റാമുള്ള സമയത്ത് സ്ത്രീകൾ മുഖം മറക്കാൻ പാടില്ല. നിങ്ങളുടെ മുഖം വെളിവാകണം. മുഖം വെളിവാക്കാതെ മറക്കുകയാണെങ്കിൽ ആ സാധനം നമ്മളെ കിട്ടൂല. ചില വിദേശികളൊക്കെ കാണാം, അതുകൊണ്ട് തൊപ്പി പോലത്തെ ഒരു സംഭവം അതിന് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ തള്ളികാണ്ട് മുമ്പ് ഹീജാബ് താന്നിട്ടു. അത് ഇവിടെ തന്നെ നമ്മൾ കണ്ടിട്ടില്ല, വാങ്ങാൻ കിട്ടുമെന്നറിയാം. ഏതായിരുന്നാലും അത് കിട്ടിയാൽ അത് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? അപ്പം നമ്മൾ മുഖം കാണിക്കുക. അല്ലാത്ത ഒരു സ്ഥലത്തും നിങ്ങളുടെ മുഖം വെളിവാക്കരുത്. പൂർണ്ണമായും നിങ്ങൾ ഹിജാബിലായിരിക്കുക. പുണ്യമായ ഭൂമിയാണ് നമ്മൾ ഉള്ളത് എന്നുള്ള ബോധം നമുക്ക് എല്ലാവരും ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി, അവിടെ വെച്ച് നമ്മളെല്ലാവരും ഇഹ്റാം ചെയ്യും. ഹാജിമാരായി പരിശുദ്ധമായ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് ഇനി നമ്മുടെ യാത്ര. ആ ഇഹ്റാം ചെയ്തത് മുതൽ ഏറ്റവും കൂടുതൽ നമുക്ക് സുന്നത്താണ് തൽബിയത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നതിന്റെ അർത്ഥം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹറമിലേക്ക് എത്തുന്നവരെ പരമാവധി അത് പറയാൻ ശ്രമിക്കുക. വിമാനത്തിൽ കയറിയിട്ട് നമ്മളെല്ലാവരും വിമാനത്തിൽ ബാത്റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വിമാനത്തിലേത് ആദ്യം പോയി പരിചയങ്ങൾക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. വുദൂ മുറിഞ്ഞു എന്നതുകൊണ്ട് പ്രശ്നമില്ല. ഒരാൾ ഇഹ്റാമിനാണ് അവിടെ എത്തിയതിനു ശേഷം പ്രശ്നം ഉണ്ടാവും. ചില അങ്ങനെ ബേജാറാവും, നീ മൂത്രയിക്കാൻ പറ്റില്ലേ, അതൊന്നും പ്രശ്നമില്ല. വുദൂ മുറിഞ്ഞു എന്നതിൽ പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളൂ. സോപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ബാത്റൂമിൽ മറ്റൊരു കയറുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് കയറി ജിദ്ദ എയർപോർട്ടിൽ ഏകദേശം 5.5 മണിക്കൂർ 6 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മൾ വിമാനം ലാൻഡ് ചെയ്യും. ആ വിമാനം ലാൻഡ് ചെയ്ത് അവിടെ നമുക്കുള്ള ബസ് വന്നിട്ടുണ്ടാവും. ആ ബസ്സിൽ കയറി നമ്മൾ നേരെ ഹാമിലേക്ക് പോകും. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ യാത്ര കണക്ക് പ്രകാരം വൈകുന്നേരമാണ് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് കറക്റ്റ് വിവരങ്ങൾ ട്രാവൽസ് ആൾക്കാരോട് നമ്മൾ അപ്ഡേഷൻ തരും. ഏതായിരുന്നാലും
നമ്മുടെ യാത്രയുടെ ഈ വെയിറ്റിൻ്റെ വിഷയം ഞാൻ വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഞാൻ ചിലവച്ചാളോട് പറഞ്ഞിരുന്നു, ഹാജിമാരോട് പൂർണ്ണമായും കയറാത്തൊരു പ്രയാസം. നിങ്ങൾക്കെല്ലാവരും വാഗ്ദാനം ചെയ്തതുപോലെ പരിപൂർണമായും പറഞ്ഞിട്ട് അടുത്ത് നമ്മൾ കണ്ടുവെച്ച കുറച്ച് ഹോട്ടലുകൾ അതിൽ റൂം കിട്ടുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ ഇപ്പം നമ്മുടെ ഏകദേശം റൂം ശരിയായി വന്നിട്ടുള്ളത് വളരെ അടുത്തുള്ള ഹോട്ടലാണ്. ക്ലോക്ക് ടവർ കഴിഞ്ഞ് നേരെ ബാക്കിൽ ഇടതുഭാഗത്ത് ഒരു ചെറിയ കയറ്റം, അത് കയറാൻ പ്രയാസങ്ങൾക്ക് ആ ഹോട്ടലിന് ഒരു വണ്ടി ഉണ്ടാവും, ഒരു കാത്തുകാരിങ്ങനെ അങ്ങോട്ട് വരിക. അവിടെ അനാസി മസാഫി എന്ന് പറഞ്ഞ ഹോട്ടലാണ് നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ എല്ലാം കൺഫേം ആവും. ഏതായിരുന്നാലും പരമാവധി നിങ്ങളുടെ ഹോട്ടലുകൾ അടുത്താക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡിലേ. രണ്ടാമത്തത് വിമാനത്തിൻ്റെ ടിക്കറ്റ് ഒരു ഇഷ്യൂ. ഈ രണ്ട് സംഭവങ്ങളാണ് മുമ്പിൽ ഉണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് പൂർണ്ണ അപ്ഡേഷൻ ട്രാവൽസ് പറയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മദീനയിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ ഹാജിമാർ പറഞ്ഞു, കാരണം ഹജ്ജിൻ്റെ സമയമല്ല, നമ്മളാണെങ്കിൽ മർക്കസിയിൽ റൂം കിട്ടും എന്ന ഉറപ്പിലാണ് ആൾക്കാരോടൊക്കെ പറഞ്ഞത്. മദീനയിൽ എത്തിയ സമയത്ത് മർക്കസിയിൽ ഹോട്ടൽ റെഡി ആയിട്ടില്ല. അപ്പോൾ 2 മണിക്കൂർ ബസ്സിൽ ഇരിക്കേണ്ടി വന്നു. അപ്പോഴൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം കുറച്ച് നമ്മൾ ക്ഷമിക്കണം. റസൂലുള്ളാഹിന്റെ മദീനയിലെത്തി പലരും അവിടെ എത്താൻ വേണ്ടി ഇപ്പോഴും പെരങ്ങോട്ടിരുന്ന് കരയണം. അവിടെ ഇത്തിരി നേരം മുത്തനബിന്റെ മദീനയിൽ കാത്തുകവയിൽ ആ യാത്രയിൽ ഒരാൾ ഭയങ്കര സ്ട്രോങ് ആയി പ്രതികരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഹബീബേ, ഇതുവരെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്തു. 3 ഉംറക്ക് മാത്രമേ ഏത് ദേശപ്പോൾ അമീർമാരും കൂടെ വരുള്ളൂ. മുഴുവൻ ഉംറക്ക് ഹാജിമാരുടെ കൂടെ നമ്മൾ പോയിട്ടുണ്ട്. നമുക്കതിന് ആവശ്യമില്ല. നമ്മൾ കുറെ ഉംറ ചെയ്ത സംഭവം വലിപ്പം പറയില്ല. നമ്മളെ ശമ്പളം തന്നെ ഏൽപ്പിച്ചത് 3 ഉംറക്കാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ പോയി ഏറാം ചെയ്ത് നോക്കുക, അവർ സ്വന്തം ഉംറ ചെയ്തോട്ടെ എന്നാണ് ട്രാവൽസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കൂടെ വരുന്ന ഹാജിമാരുടെ അവർ കൊള്ളാവരുത്, അവർക്കൊരു പിഴവ് സംഭവിക്കരുത് എന്ന് കരുതി മുഴുവൻ ഉംറക്കും ഹാജിമാരുടെ കൂടെ നമ്മൾ പോയിട്ടുണ്ട്. അവസാനത്തെ ഉംറ കഴിഞ്ഞപ്പോഴേക്ക് ഇന്ത്യയിൽ 2 കാലും കംപ്ലീറ്റ് ആവും, ഓപ്പറേഷൻ ആക്സിഡന്റ് ആയി. ഈ കാലം കൊണ്ട് നമ്മൾ 8ഓളം ഉംറക്കാരുടെ കൂടെ പോയി. അവസാനത്തെ ഉംറ പകുതി ആയപ്പോഴേക്കും നമ്മുടെ കാലിലെ കുറച്ച് വേഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ കഴിയാതെ ഞാൻ ഇരുന്ന് അങ്ങനെയൊക്കെ ലാസ്റ്റ് ഉംറ പൂർത്തിയാക്കി. കാരണം ഈ മസ്തയിലേക്ക് ഇറങ്ങിയില്ല, പ്രശ്നമുണ്ടാവില്ല. മസ്ത മുഴുവൻ AC ആണ്. ആ AC മാർബിൾ ഞാൻ തണുത്ത് എടുക്കണേയാണ്. അതിനെ ചവിട്ടുമ്പോൾ എല്ലാം നടക്കാൻ കഴിയാം. ഇന്ന മസ്തൊക്കെ പാടെ ചുറ്റി വരുന്നെങ്കിൽ അതുകൊണ്ട് നമ്മൾ കാണിപ്പനി ചെറിയ പോവാം. ഏതായിരുന്നാലും അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ സേവനം ചെയ്തിട്ടും ഒരു പ്രശ്നം ഉണ്ടാവാനില്ല പ്രതികരിക്കും. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന 2 മണിക്കൂർ ക്ഷമിക്കാൻ വേണ്ടി ഞാൻ ക്ലാസ് ഫില്ലാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അവർക്ക് മദീനയിൽ അടുത്തൊരു ഹോട്ടൽ കിട്ടണം. 1.25 കിലോമീറ്റർ അകലെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹോട്ടൽ ഇസ്ലാം ഈ ഹാജിമാരെ കഷ്ടപ്പെടുത്തരുത് എന്ന് കരുതി പരമാവധി കൂടെ കൊടുക്കുന്നു. പരമാവധി നമ്മൾ കാത്തിരുന്നു. അവസാനം മദീന പള്ളിയുടെ 100 മീറ്റർ അടുത്തായിട്ട് നമുക്ക് ഹോട്ടൽ കിട്ടും. അപ്പോ ഇങ്ങനെ ഹോട്ടലിനെ തർത്തീബ് ചെയ്യാനൊക്കെ കുറച്ച് സമയം പിടിക്കും. അത് എല്ലാവരും എന്ത് ചെയ്യുക, ഗൗരവത്തിൽ ശ്രദ്ധിക്കാൻ. അപ്പോഴൊക്കെ നമ്മൾ കാത്തിക്കാളും മനസ്സ് നമ്മളെ കാണാനുള്ള ശ്രമം. അപ്പോഴൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ക്ഷമിക്കാനുള്ള മനസ്സമാതിരൊക്കെ ഉണ്ടാവണം. അള്ളാഹു നല്ല രൂപത്തിൽ അമല് പൂർത്തിയാക്കാൻ നമുക്ക് ഒത്തുകയില്ല. നമ്മുടെ മക്കയിലെത്തി. ഞാനിങ്ങനെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. രാത്രിയായിരിക്കും മിക്കവാറും മക്കയിലെത്തുക. ആ രാത്രി തന്നെ ഈ 6 മണിക്കൂർ വിമാനത്തിൽ ഇരുന്ന് വളരെ ക്ഷീണിച്ച് ഈ വിമാനയാത്ര എന്നാൽ നമുക്ക് ആദ്യം ഭയങ്കര രസമാണ്. പക്ഷേ അത്ര ചടങ്ങുള്ള സംഗതി കാണുന്നില്ല. പുറത്തും കൂടെ നമ്മൾ ട്രെയിനിലൊക്കെ പോയി എന്തെല്ലാം സംഗതി കാണുന്നുണ്ടാവും. ഇതങ്ങനെ പൊന്തി കഴിഞ്ഞാൽ പിന്നെ ഒരു സംഗതിയില്ല. അതായത് ബോറടിക്കുന്ന യാത്രയാണ് ഈ വിമാനയാത്ര എന്ന് പറഞ്ഞത്. ആദ്യമായിട്ട് പോകുമ്പോൾ ഭയങ്കര സംഭവമാണ് വിമാനത്തിൽ കയറാതികളൊക്കെ. പക്ഷെ അത് ഒരെണ്ണം പോയാൽ പിന്നെ അത് ഭയങ്കര ചപ്പാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ നമ്മൾ വളരെ ബോറടിച്ച് മക്കയിലെത്തി. പിന്നെ ആർക്കും ആ ഒരു രാത്രി ഉംറക്ക് പോകണ ഒരു രീതിയിൽ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ഭക്ഷണം ഉണ്ടാവും. എനിക്ക് പറഞ്ഞാൽ
സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യും. എങ്ങനെയാണ് നമ്മൾ എത്താന്ന് പറയാൻ പറ്റില്ല. എയർപോർട്ടിൽ ചിലപ്പോൾ സുബിയും അങ്ങനെ അല്ലാതെ നമ്മൾ എത്തിയാറ്. സാധാരണ 3 മണി ഈ സമയത്തേക്ക് എത്തല്. മക്കയിലേക്ക് എത്താം. ജിദ്ദയും കഴിഞ്ഞ് മക്കയിലേക്ക് എത്താം. ഒരു 90 കിലോമീറ്റർ അടുത്ത് മക്കയിലേക്ക് എയർപോർട്ടിൽ. ഏതായാലും അവിടെ എത്തിയാൽ റൂമൊക്കെ തരത്തിപ്പാക്കി നമ്മളെ സാധനങ്ങളൊക്കെ റൂമിൽ കയറ്റി നമ്മളെല്ലാവരും സുബഹി നിസ്കാരം കഴിഞ്ഞ് സമയം പറയും. ആ സമയത്തിനനുസരിച്ച് നമ്മൾ മുമ്പൊക്കെ ഇറങ്ങും. അതിനിടയിൽ നമ്മൾ ചിലപ്പോൾ ഉറങ്ങും. ഈ ഉറങ്ങുമ്പോഴൊക്കെ നമ്മുടെ ഒരു കാരണം കൊണ്ട്, അറിയാതെ പറഞ്ഞ പ്രശ്നമില്ല, നമ്മുടെ ഒരു കാരണം കൊണ്ട് നമ്മുടെ മുടി നമ്മുടെ ശരീരത്തിന് പോകാൻ പാടില്ല. ഒരാൾ താടി പിടിച്ച് ചൊറിഞ്ഞ് ഒരു താടിയോളം പോകുന്നു, അയാൾക്ക് മുടി കൊണ്ടുപോകുന്നത് ആടാർക്കില്ല. ആടാർക്കാൻ നമ്മൾ നടക്കുന്നത് നമ്മുടെ ആടർക്കിനെ ഇവിടുത്തെ 15,000 റുപ്യാണ്. അതാണ് കാര്യപ്പെട്ട ഫിരിയ. ബാക്കിയൊക്കെ പിന്നെ പറയാം അല്ലേ. അവ ചുരുക്കി പറഞ്ഞാൽ ഫിരിയ നടന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ബാത്റൂം മുമ്പ് സൂപ്പ് ഉപയോഗിക്കുന്ന വിഷയങ്ങൾ, ഭക്ഷണം കഴിച്ചാൽ കൈ കെട്ടുമ്പോൾ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഉംറയുടെ തരലാണ് അവരെ. ഏതായിരുന്നാലും നമ്മൾ ഒന്നിച്ച് സുബഹി നിസ്കാരം കഴിഞ്ഞു, പരിശുദ്ധമായ ഹറമിലേക്ക് നീങ്ങും. ഹറമിലേക്ക് നീങ്ങി വിശുദ്ധമായ കഅബത്തുൽ ശരീഫയുടെ അടുക്കലേക്ക് എത്തും. ആ എത്തുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ബൈത്തുൽ ഹറം, ആ മസ്ജിദുൽ ഹറാമിലേക്ക് കയറുമ്പോൾ, മക്കയിലേക്ക് എത്തുമ്പോൾ, മക്കയിലെ വീടുകൾ കാണുമ്പോൾ ഒക്കെ ചൊല്ലാനുള്ള ദിക്റുകളുണ്ട്. ഹറമിലേക്ക് കയറുമ്പോൾ അതൊക്കെ ആ സമയത്ത് മക്കയിലേക്ക് എത്തി ഈ പള്ളിയുടെ അകത്തോട്ട് കയറുന്ന സമയത്ത് എല്ലാവരും താഴോട്ട് നമ്മളെല്ലാ കാര്യങ്ങളും വന്ന് കഴിയും. കഅബ ഇങ്ങനെ കാണാൻ തോന്നും, അങ്ങോട്ടൊന്നും നോക്കാൻ പാടില്ല. എല്ലാവരും താഴോട്ട് നോക്കി നടന്ന് ഒരു എസ്കലേറ്റർ ഇറങ്ങുമ്പോൾ ഇറങ്ങി താഴോട്ട് എത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ കഅബ ഇങ്ങനെ കഴിയും. ആ കഅബ എല്ലാവരും കഅബയിലേക്ക് പോകും. ഇനി ഉംറയുടെ രൂപമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ് ഹജറുൽ അസ്വദ്. ഇതാണ് ഹജറുൽ അസ്വദ് ചോദിക്കുന്നത്. ഹജറുൽ അസ്വദിന്റെ മോഡൽ ഉണ്ടാക്കിയ ഒരു സാധനം. നമ്മൾ ചെല്ലുമ്പോൾ ഏകദേശം ഈ രൂപത്തിലാണ് കഅബ നിൽക്കുക. നിങ്ങൾ അവിടെ നോക്കും, മനസ്സിലായോ? ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് നമ്മൾ കയറി വരിക. നമ്മൾ വാതിലിറങ്ങി, ഞാൻ ഈ പറഞ്ഞ എസ്കലേറ്റർ ഇറങ്ങി വരുമ്പോൾ മത്താഫാണ് ഈ കാണുന്നത് സങ്കല്പിക്കുക. ഈ മത്താഫിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ കഅബയുടെ ഈ ഭാഗമാണ് നമ്മൾ ഏകദേശം കാണുന്നത്. ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഅബയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ഹജറുൽ അസ്വദിന്റെ മൂലം, ഇത് റുക്നുൽ യമാനി എന്ന് പറയും. ഈ കാണുന്ന ചിന്നതാ അത് കഅബയുടെ ഒരു കല്ലാണ് കാണുന്നത്. ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാ. ഇത് കഅബയുടെ വാതിൽ. ഈ കഅബയുടെ വാതിലും ഈ ഹജറുൽ അസ്വദിന്റെ ഇടയിലുള്ള സ്ഥലമുണ്ട്. ഇത് വാതിൽ കുറച്ച് എത്തിക്കാതെ ഞാൻ ഉണ്ടാക്കിയത്. അവിടെയുള്ള കഅബ കുറച്ച് വിട്ടാണ്. അതിന് മുൽത്തസം എന്ന് പറയും. എന്നതുപോലെ ഇത് മീസാബുൽ കഅബ, കഅബയുടെ സ്വർണ്ണപ്പാത്തിന് ഇടുന്നില്ലേ ആ സാധനം. ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒരു കെട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഫോട്ടോയിൽ കണ്ടുണ്ടാവും. ആ കെട്ടിന് പറയുന്ന പേര് ഹിജ്ർ ഇസ്മായിൽ എന്നാണ്. ആ ഭാഗങ്ങൾ മനസ്സിലാക്കിയേക്കുക. ഓരോന്നും ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇപ്പൊ ക്ലാസ് തീരും, ഇനി വേഗം ആദ്യം കഴിഞ്ഞു നമ്മളെ ക്ലാസ് ചെയ്യാൻ പോകാം. അപ്പൊ നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് കഅബ നിൽക്കുക. നമ്മൾ ഈ ഭാഗത്ത് കൂടെ ഇറങ്ങി വരാം. നമ്മൾ ഈ അജിയാദ് എന്ന് പറഞ്ഞ ആനിമാരൊക്കെ നേരെ ഇറങ്ങി വരുന്ന ഈ ഭാഗത്ത്. ഇപ്പോ നമ്മൾ കഅബ കാണാൻ തുടങ്ങി. ഈ കഅബയുടെ ഭാഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരോടും കഅബയിലേക്ക് നോക്കാൻ പറയും. ആ കഅബയിലേക്ക് നോക്കുന്ന ആദ്യത്തെ സമയത്തുള്ള ദുആ, എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു ചോദിച്ചതെല്ലാം തന്റെ അടിമകൾക്ക് തരുന്ന ദുആ ആണ്. ആ കഅബ ആദ്യമായി കാണുമ്പോൾ ദുആ, മുഅ്മിനീങ്ങളെ അത് വല്ലാത്തൊരു രംഗാണ്. കാരണം ജീവിതത്തിൽ ഇന്നേ വരെ നമ്മൾ തിരിഞ്ഞ് നിസ്കരിച്ച ഖിബ്ലയാണ് നമ്മുടെ കഅബ. ആ കഅബ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. അത് നേരെ രണ്ട് കണ്ണുകളെ കൊണ്ട് നമ്മൾ കാണുന്നത് എന്നൊന്ന് ആലോചിക്കുക. ആ കാണുന്ന സമയത്ത് മനം നിറഞ്ഞിട്ടുള്ള ദുആ ഉണ്ടാവും എല്ലാവരും. ആ ദുആ പരിപൂർണമായി മുസ്തജാബാണ്. എന്ത് ചോദിച്ചാലും അല്ലാഹു തരും. അവിടെ കഅബയിലേക്ക് നോക്കാൻ പാടില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഒന്നിച്ച്, ഇതൊക്കെ ഒരു മുമ്പ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റത്തെ നമ്മളൊക്കെ പ്രശ്നമുള്ളൂ. നമ്മളെല്ലാവരും ഒന്നിച്ച് മെല്ലെ മത്താഫിലേക്ക് കയറും. മത്താഫിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തവാഫ് നടക്കുന്നുണ്ടാവും. നമ്മൾ ഈ ചെല്ലുന്ന ഭാഗത്ത് നിന്ന് ഇത് ഹജറുൽ അസ്വദിന്റെ മൂലം ഉണ്ടില്ല. എല്ലാവരും കാണണ്ട, ബാക്കിയുള്ളവർക്കൊക്കെ കാണുന്നതിനെ കുറച്ച് മുമ്പോട്ട് വന്നു തുടങ്ങി. ഈ ക്ലാസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ നിന്ന് ഒരു ഐഡിയ കിട്ടി പോയി കഴിഞ്ഞാൽ അവിടെ മെച്ചപ്പാടുണ്ടാവില്ല. കാരണം ഒന്നാമത്തെ ഉംറയിൽ തന്നെ കൂട്ടം വിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ അമലുകൾ കൊളാവാതിരിക്കാനുള്ള ഒരു പണിയാണ് നമ്മൾ ഇത്രയും അങ്ങനെ ക്ലാസ് പറഞ്ഞത്. ഇതൊന്നും ഇവിടുന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പോയി കാണാൻ. പക്ഷെ ഇവിടുന്ന് ഒരു ഐഡിയ കിട്ടിയാൽ ഏകദേശം നമ്മൾ അവിടെ ശരിക്കും മനസ്സിലാവും. ഇവിടെ എത്തുമ്പോൾ ഈ ഹജറുൽ അസ്വദിന്റെ മൂലം ഇതിന് നേരെ കണക്കാക്കിയിട്ട് ഈ മത്താഫിന്റെ ബിൽഡിങ്ങിന്റെ ഇവിടെ പച്ച ലൈറ്റ് കാണും. ആ പച്ച ലൈറ്റ് തവാഫ് തുടങ്ങാനുള്ള സ്ഥലത്തിന്റെ അടയാളമാണ്. മനസ്സിലായില്ലേ? തവാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്നാണ് തവാഫ് സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായില്ലേ?
അങ്ങനെ നമ്മളെല്ലാവരും കഅബയുടെ അടുത്ത് പോയപ്പോൾ നമ്മളൊക്കെ മത്താഫിലുള്ളത്. ഈ കഅബയിലേക്ക് നേരെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ തവാഫിന്റെ നിയ്യത്ത് വെക്കും. നവൈതു തവാഫൽ ഉംറതി സബഅത അശ്വാതി ലില്ലാഹി തആല എന്നെല്ലാവർക്കും നിയ്യത്ത് വെച്ചിട്ട് ആ നിയ്യത്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ തവാഫ് തുടങ്ങുമ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഇടഭാഗം കഅബയിലേക്കാണ്. ഈ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ചെറിയ പാളിച്ച കൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ ബാത്തിലാവും. ഇത് ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ വരുന്ന ഉസ്താദിനാണ് ഇതിന്റെ മസൂദ് പോയത് അമലുകളുടെ. അതുകൊണ്ടാണ് പറഞ്ഞത് കഅബ നമ്മുടെ ഇടം ഭാഗത്തായിരിക്കണം. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ കൂട്ടം വിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തിരിയാൻ പാടില്ല. അപ്പൊ എന്തായി? കഅബ നമ്മുടെ മുൻവശത്തായി. ഇങ്ങനെ തിരിഞ്ഞാൽ കഅബയുടെ പിൻവശത്തായി കഅബ. അതും പറ്റില്ല. നമ്മുടെ ഇടഭാഗത്തായിരിക്കണം കഅബ. അങ്ങനെ നമ്മളെ ഒന്നിച്ച് തവാഫ് തുടങ്ങി. ഈ തവാഫ് ഇങ്ങനെ പോകുമ്പോൾ പുരുഷന്മാരുണ്ട്, സ്ത്രീകൾ പുറമേയായിട്ട് നമ്മൾ ഇങ്ങനെ പോകും. ആ സമയത്ത് ആരും കഅബയെ തൊടാനൊന്നും നിൽക്കരുത്. കഅബയെ തൊട്ട് നമ്മുടെ ശരീരം പൂർണ്ണമായും പുറത്താകുന്ന തവാഫിന്റെ സമയത്ത് അങ്ങനെ പോയിട്ട് സ്വാഭാവികമായി ഇവിടെ നിന്നാലും കഅബയെ തൊഴിലുള്ള കഅബയെ തൊടാൻ കിട്ടൂല. അവിടെയൊക്കെ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ ഭയങ്കര തിരക്കാണ്. ഹജറുൽ അസ്വദ് മുത്താൻ ഈ ഭാഗത്ത് റുക്നുൽ യമാനി മുത്താൻ. ഇത് രണ്ടും റുക്നുൽ യമാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ തൊട്ടുമുട്ടിയിട്ടുണ്ട്. ഹജറുൽ അസ്വദിനെ ഞങ്ങൾ ചുംബിച്ചിട്ടുണ്ട് ചെന്നിട്ട് നേരെ. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരാൾക്ക് ഹജറുൽ അസ്വദ് മുത്താൻ കിട്ടിയില്ലെങ്കിൽ അയാൾ ഇശാറത്താക്കിയാൽ മതി എന്നാണ്. ഓരോ തവാഫ് പൂർത്തിയാകുമ്പോൾ ഹജറുൽ അസ്വദ് മുത്താൻ വലിയ ടാസ്കാണ്. പറയണ്ട, ലാസ്റ്റ് പറയാം. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി പ്രകാരം നമ്മളിങ്ങനെ പോകുമ്പോൾ ഹജറുൽ അസ്വദിന്റെ അടുത്ത് ഒന്നാമത്തെ തവാഫ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറയും തവാഫ് ആരംഭിക്കണം. പിന്നെ ഈ കാര്യമെല്ലാം ശ്രദ്ധിക്കുക. ഇടം ഭാഗം കഅബയിലേക്ക് കാണണം. എന്നിട്ട് നമ്മളെല്ലാവരും കഅബയിലെ ഹജറുൽ അസ്വദിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ഇങ്ങനെ ഇശാറത്താക്കിയിട്ട് കൈ മുത്തും. മനസ്സിലായില്ലേ? ഹജറുൽ അസ്വദ് മുത്തുന്നതിന് പകരം കൈ ഇശാറത്താക്കിയിട്ട് മുത്തും. എന്നിട്ട് ഈ പോക്ക് ഇങ്ങനെ പോകും. ഈ ഭാഗം കഅബയിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പോകും. ഞാൻ ഈ പറയുന്ന ഹിജ്ർ ഇസ്മായിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ മഖാം ഇബ്രാഹിം ഉണ്ടാവും. മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടില്ലേ? ഇബ്രാഹിം നബി തങ്ങളുടെ കാൽപാദം പതിഞ്ഞ കല്ല്. അതിന്റെ സംഭവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്. ആ കല്ലിന് കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് ഇവിടെ ഉണ്ടാവുക. അപ്പം ഈ തവാഫ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ തിരക്കാണ്. ഇതൊക്കെ ദുആഇന്റെ ഇജാബത്തുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെയൊക്കെ തിരക്കാണ്. അപ്പൊ സ്വാഭാവികമായി ചിലപ്പോൾ നമ്മൾ തിരക്ക് കുറവാണെങ്കിൽ ഇതിലൂടെ കളക്കും. ഈ തവാഫ് പൂർത്തിയാക്കാൻ തിരുത്തുകൂടി ആകുമ്പോൾ വേഗം തീരും. തവാഫ് വിട്ടുകൂടി ആകുമ്പോൾ സമയം വരും. ഇവിടെ മുതൽ കഅബയുടെ ഈ കെട്ട് ആരംഭിക്കും. ഞാൻ ഈ പറഞ്ഞ ഹിജ്ർ ഇസ്മായിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പല ആളുകളും ഇതിനടുത്തേക്ക് എത്തുന്ന സമയത്ത് ആ കെട്ടിന്റെ ഉള്ളിൽ കൈ വെച്ച് കാണാൻ അങ്ങനെ പോകണം. ആ ഉള്ളിൽ കൈ വെച്ചായി നമ്മൾ കഅബയെ തൊട്ട് പുറത്താകുന്ന സമയം ഔത്തായി. അവ കഅബയെ തൊടാൻ പോകണ്ട, തൊടാൻ പിന്നെ പോകണം. കഅബ തൊടാനും പിന്നെ വിളിക്കാനൊക്കെ പിന്നീട് അവസരം. തവാഫിൽ നമ്മൾ കഅബയെ തൊട്ട് വിട്ട് ഇങ്ങനെ ചുറ്റി 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 ഇവിടെ എത്തുന്നതായി വീണ്ടും രണ്ടാമത്തെ തവാഫ്. ഇങ്ങനെ 7 തൗഫത്ത് ചുറ്റുമ്പോഴാണ് ഒരു തവാഫാകുന്നത്. 7ാമത്തെ തൗഫത്ത് ചുറ്റിയിട്ട് ഈ പറയുന്ന ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്തായി? നമ്മുടെ തവാഫ് പൂർത്തിയായി. അപ്പൊ അവിടെ സംശയം, ഉസ്താദെ തവാഫിന്റെ ഇടയിൽ ഒതു മുറിഞ്ഞാലോ? മുറിയോ? പക്ഷെ അതിന് ചില പോംവഴികൾ നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒന്നും മുറിയുന്ന പ്രയാസം ആരും തൊടാൻ പോണ്ട. അത് കാര്യം തൊട്ടാൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തട്ടിയാൽ പുതുമുറിയുടെ ഷാഫി മദ്ഹബില്. പക്ഷെ അവിടെ അങ്ങനെ കുടുക്കി നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ അവിടുന്ന് പറയും. മസ്തര പറയും. ഇപ്പൊ ഞാൻ പറയുന്നത് കീഴ്വായി പോയി ഒരാളുടെ ഒന്നും മുറിക്കും, അല്ലെങ്കിൽ ഒരാൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മൂത്രയിക്കാൻ പറ്റും. സ്വാഭാവികമായ അള്ളാഹു ഓർത്തുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഈ തവാഫ് വരികയില്ലേ? ആദ്യം മൂത്രം കുഴിച്ച് വരിക, പിന്നെ പ്രയാസങ്ങൾ പണി നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് തവാഫിനിടയിൽ ഒരാൾക്ക് കീഴ്വായി പോയി ഒന്ന് മുറിഞ്ഞും സങ്കല്പിക്കുക. ഇയാൾ എന്ത് ചെയ്യണം? ആ തവാഫ് ഒന്ന് മുറിഞ്ഞ സ്ഥലല്ലേ അവിടെ നിർത്തുക. എന്നിട്ട് അയാൾ പോയിട്ട് ഒന്നുണ്ടാക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിൽ തന്നെ സംവിധാനം ഉണ്ട്. ഒന്നുണ്ടാക്കാൻ മത്താഫിന്റെ ഉള്ളിൽ തന്നെ സംവിധാനം ഉണ്ട്. ഞാൻ അവിടെ കാണിച്ചത്, ഇവിടുത്തെ ഇറങ്ങുമ്പോൾ തന്നെ കാണിച്ചത്. അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? ഉദു എടുത്ത് വന്ന് അയാൾ നിർത്തിയ സ്ഥലല്ലേ അവിടെ നിന്നാണ് തുടങ്ങിയിട്ട് ബാക്കി പൂർത്തിയാക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇനി അയാൾക്ക് ഒന്നുപാടി മനസ്സിന് മറുതിയാണെങ്കിൽ അയാൾ വീണ്ടും ആ തൗഫത്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. ആ മുറിഞ്ഞോടെ വെക്കുക, വീണ്ടും എന്ത് ചെയ്യുക? തൗഫത്ത് കുഞ്ഞതായി തുടങ്ങാം. അപ്പൊ ഇപ്പൊ 4ാമത്തേലാണ് മുറിഞ്ഞു കൂടുക. ആ കറക്റ്റ് സ്ഥലം അയാൾക്ക് പൂർത്തല്ല. എന്നാൽ ആ 4ാമത്തെ മാത്രം ഒഴിവാക്കുക. അപ്പൊ 3 നമ്മൾ ഫുള്ളും ചുറ്റിയില്ലേ? ഇനി 4ാമത്തെ എന്ത് ചെയ്യാം? ഹജറുൽ അസ്വദിന്റെ ഇവിടുന്ന് ചുറ്റാൻ തുടങ്ങാം. 5, 6, 7 അങ്ങനെ പൂർത്തിയാക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം.
ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. മനസ്സിലായമായി ഇരിക്കണ്ടോ? എങ്ങനെ മനസ്സിലായാലും അവിടെ പോകുമ്പോൾ മനസ്സിലാക്കി തരുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ ഈ 7 തൗഫത്ത് പൂർത്തിയാക്കലോടുകൂടി നമ്മുടെ തവാഫ് കഴിഞ്ഞു. ഈ തവാഫ് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ തവാഫ് കഴിഞ്ഞ് ഈ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങും. ഇവിടെയാണ് മഖാമു ഇബ്രാഹിം വരുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി ഈ മഖാമു ഇബ്രാഹിമിന്റെ പരിസരത്ത് ഇവിടെ വെച്ച് നമ്മൾ 2 റക്അത്ത് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന സുന്നത്താണ്. തവാഫിന് 2 നിസ്കാരം. ആ നിസ്കാരം കഴിഞ്ഞ് ഇവിടെ നേരെ മസ്ജിദിലേക്ക് പോകും. സൈ ചെയ്യുന്ന സ്ഥലത്ത് ആ മസ്ജിദിലേക്ക് പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ 2 സ്ഥലവും സംസം കാണും. അതിൽ നിന്ന് സംസം കുടിക്കൽ സുന്നത്താണ്. അവിടെ നിന്ന് നമ്മൾ സംസം കുടിച്ച് നമ്മൾ ഒന്നിച്ച് മസ്ജിദിലേക്ക് കയറും. ഇനി എല്ലാവരും കൂടെ ശ്രദ്ധിക്കും. ഇപ്പൊ നമ്മൾ മസ്ജിദിലെത്തി, ചുരുക്കി പറയണ്ട, ഇനി എല്ലാവരും കൂടെ ഈ മസ്ആ എന്ന് പറയുന്ന 2 മലകളാണ്. നമ്മൾ മസ്ജിദിലേക്ക് നേരെ ചെന്നെത്തരി ഇത് സൊഫ മലനെ സങ്കല്പിക്കുക, ഇത് മർവയുമാണ് സങ്കല്പിക്കുക. ഈ 2 സ്ഥലത്ത് മല, സൊഫന്റെ ഭാഗത്ത് കുറച്ച് മലന്റെ പാളികളുണ്ട്, മറവയിലൊന്നും മലയില്ല, ഒരു ചെറിയ കയറ്റം മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ളെന്തായിക്കണേ ഒളിച്ചു വയ്ക്കണം. ഞാൻ പറഞ്ഞ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് സൊഫ, ഇത് മറവ. ഈ സൊഫ മറവക്കിടയിലാണ് നമ്മൾ സൈ ചെയ്യേണ്ടത്. ആദ്യമായി നമ്മൾ എത്തൽ സൊഫയിലേക്ക്. എല്ലാവരും ശ്രദ്ധിക്കുക. സൊഫയിലേക്ക് എത്തിയിട്ട് അപ്പൊ കഅബ ഇവിടെ ഇങ്ങനെ കാണും, മനസ്സിലായില്ല? ഈ സൊഫയിൽ വെച്ച് നമ്മൾ സൈന്റെ നിയത്ത് വെക്കും. നവൈതു സൈഅൽ ഉംറതി മാ ബൈന സഫ വൽ മർവതി സബഅത അശ്വാതിൻ ലില്ലാഹി തആല എന്ന് നിയത്ത്. എന്നിട്ട് സൊഫയിൽ നിന്ന് എങ്ങനെയാണ് സൈന്റെ രൂപം എന്ന് പറഞ്ഞത്? പലർക്കും ഇതിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. പലരും വിചാരിച്ച് ഒന്നായിട്ട് ചുറ്റി വന്ന് ഒരു വട്ടാവുന്നതാണ് തോന്നുന്നത്. 7 പ്രാവശ്യമാണ് സൊഫ മർവത്തിൽ സൈ ചെയ്തത്. സൊഫയിൽ നിന്ന് മർവയിലേക്ക് 1, മർവയിൽ നിന്ന് സൊഫയിലേക്ക് 2, പിന്നെ സൊഫയിൽ നിന്ന് മർവയിലേക്ക് 3, 4, 5, 6, 7ാമത്തത് മർവയിൽ നിന്നും സൊഫയിൽ നിന്നും മർവയിലേക്ക്. സൊഫയിൽ നിന്ന് തുടങ്ങിയ സൈ 7ാമത്തത് പൂർത്തിയാകുമ്പോൾ എവിടെ അവസാനിക്കും? മർവയിൽ അവസാനിക്കും. മനസ്സിലായോ? മർവയിൽ അവസാനിക്കും. ഈ മർവയിൽ നമ്മുടെ സൈയും അവസാനിക്കലോടുകൂടി ഉംറയുടെ റുക്നുകൾ 4 നമ്മൾ പൂർത്തിയാക്കും അല്ലേ? ഇനി നമുക്ക് അവിടെ ചെയ്യാനുള്ളത് എന്താണ്? തഹല്ലുലാകുക. ഈ തഹല്ലുലാകുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ മുടി മുറിക്കുക, 3 മുടി മുറിക്കുക എന്നുള്ളതാണ്. സ്ത്രീകള് ഒരു മുടിയുടെ കൂട്ടത്തെ അങ്ങനെ പിടിച്ചിട്ട് ഒരു ചാൻ വലുപ്പത്തിൽ മുറിച്ച് കളയുക, 3 മുടി മുറിക്കുക എന്നുള്ളതാണ്. പുരുഷന്മാര് കളയലാണ് സുന്നത്ത്. റസൂലുള്ളാഹി തങ്ങൾ 3 പ്രാവശ്യം എന്ന് പറയുന്നത് മുഹല്ലിദീനുകളാണ്, 4ാമത്തെ പ്രാവശ്യമാണ് മുഖസീൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അഫ്ദൽ കളയലാണ്. അപ്പോ മൊട്ട അടിക്കുക. അതിന് 1ാമത്തേൽ കളയാൻ പ്രയാസമുണ്ടോ? 2ാമത്തെ കളയാൻ മതി, വേദാനാണ്ട. ഉംറത്തുൽ അക്ബറിലാണ് പല ആൾക്കാരും കളയല്, പക്ഷെ 1ാമത്തേലാണ് കൂടുതൽ ഉത്തമം. 1ാമത്തെ ഉംറയിൽ കളയലാണ്. ചുരുക്കി പറഞ്ഞാല് സ്ത്രീകൾ ഇതുപോലെ വെട്ടുക. ഞാൻ പറയുന്നത് ഈ മുടി മുറിക്കുന്ന സമയത്ത് തഹല്ലുലാകുന്നു, ഉംറയിൽ തഹല്ലുലാകുന്നു മനസ്സിലാക്കാം. എന്നിട്ട് റൂമിൽ നിന്നും മുറിക്കാം, അവിടെ തന്നെ മുറിച്ചിട്ട് അവിടെ കുമാമുണ്ടാവും, അതിലിട്ടാൽ മതി. എങ്ങനെ മുറിക്കാം? നിങ്ങൾ അവിടുത്തെ മറ്റുള്ളവർ കാണാൻ പാടില്ല. സ്ത്രീകൾക്ക് റൂമിൽ മുറിക്കലായിരിക്കും കൂടി സേഫ്. മുറിക്കാൻ മറക്കരുത്, മനസ്സിലായില്ല? മുറിക്കാൻ മറക്കരുത്. കഴിഞ്ഞ ഉംറയിൽ ഒരാൾ മുറിക്കാൻ മറന്നു, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും വരാനില്ല. അയാളുടെ ആ ഒരു ഉംറ അങ്ങോട്ട് പോയി. മുടി മുറിക്കാൻ മറന്നു എന്ന് കരുതി ഫിരിയ നടന്നതാവില്ല. ആ ഉംറ കഷ്ടപ്പെട്ട് ചെയ്ത് പോയി. 2ാമത്തെ ഉംറ വലിയ ഉംറ ആയപ്പോൾ 1ാമത്തെ മുടി മുറിച്ച് അപ്പൊ അയാളെ 2ാമത്തെ ഉംറ എന്ത് ചെയ്യും? ആ ഉംറയുടെ പൂർത്തീകരണം പരിഹരിച്ചു പോയി. അപ്പൊ ഞാൻ പറയുന്നത് മുടി മുറിക്കുക. ഈ മുടി മുറിക്കലോടി ഉംറയിൽ തഹല്ലുലായി. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സോപ്പ് ഉപയോഗിക്കാം, തലയിൽ എണ്ണ ഉപയോഗിക്കാം, സുഗന്ധം ഉപയോഗിക്കാം, അതിനൊന്നും പ്രശ്നമില്ല, മനസ്സിലായില്ല? ചില ആളുകൾ ചോദിക്കാറുണ്ട്, നടക്കുമ്പോ ഈ കൊട പൊട്ടിപ്പോകുന്ന ആളുകളുണ്ട്, കുറെ നടക്കണ്ടാവും, ചെറിയ ചൂടുള്ള സമയം. അപ്പൊ അതിന് ലോഷൻ കിട്ടും വാങ്ങാൻ. അതൊക്കെ ഈ ഇഹ്റാമിൽ തേക്കാൻ പറ്റുള്ളൂ. മുടി വാങ്ങുന്നതിന് മുമ്പ് തേക്കാം. അത് ലേസ് ചെയ്യാന്നുള്ളത് എന്തായാലും നമ്മൾ അന്വേഷിച്ചപ്പോൾ ലേസ് ചെയ്യാന്നാ പറഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ റിസോർട്ടിൽ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ലേസ് ഉണ്ടാവില്ല പറഞ്ഞു, കെമിക്കൽ ഉൽപ്പന്നങ്ങളുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് തേക്കാം. ഏത് ഇഹ്റാം ചെയ്തതിന് മുമ്പ്. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ അത് തേക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനത്തെ ലോഷൻ ഉപയോഗിക്കാം. ഇനി ഒരാൾക്ക് ഇഹ്റാം ചെയ്യാൻ പോകുന്ന സമയത്ത് സുഗന്ധം ഉപയോഗിക്കാം, അതിന് പ്രശ്നമില്ല.
ഇഹ്റാം ചെയ്ത് കഴിഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായില്ല? അപ്പോ പുരുഷന്മാരൊക്കെ ഇഹ്റാം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡ്രസ്സിൽ സുഗന്ധാക്കി അതിന് പ്രശ്നമില്ല, അത് സുന്നത്താണ്, തത്വയും സുന്നത്താണ്. ശേഷം പറ്റൂല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇഹ്റാം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരാൾ തലയിൽ എണ്ണ ഉണ്ട്, ആ എണ്ണ ഇഹ്റാമിനുണ്ടായ പ്രശ്നമുണ്ടോ? അതൊന്നും പ്രശ്നമില്ല. ഇഹ്റാമിന് ശേഷം ഇതൊന്നും പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മള് ഏകദേശം 1 രൂപ കൊടുത്ത് കിട്ടില്ല. ഇങ്ങനെ എന്ത് ചെയ്യും? ഒന്നാമത്തെ ഉംറ കഴിയും, പിന്നെ വിദേശ രണ്ടാമത്തെ ഉംറ ഇഹ്റാം ചെയ്യാൻ പോകും, രണ്ടാമത്തെ ഉംറ കഴിയും, മൂന്നാമത്തെ സ്ഥലം അങ്ങനെ നമ്മൾ ഉംറ പൂർത്തീകരിക്കും. മനസ്സിലായില്ല? ഇനി എല്ലാവരും കഅബയിലേക്ക് നോക്കുക. വേഗം പറഞ്ഞുതരാം. ഈ കഅബ എന്ന് പറയുന്ന വസ്തുവിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബത്തുൽ മുശറഫയിൽ ദുആഇന് ഇജാബത്തുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഹജറുൽ അസ്വദിന്റെ ഭാഗം. ഹജറുൽ അസ്വദ് മുട്ടാൻ വേണ്ടി പോകുമ്പോൾ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത്, പല ട്രാവൽസുകാരും അവിടെ വരലുണ്ട്. ഞാൻ പറയുന്നത് ഇത് പറഞ്ഞോണ്ട് വിഷമം തോന്നാൻ പാടില്ല. നമ്മളുടെ ഒരു കാഴ്ചപ്പാട് പ്രകാരം